विश्वशान्तये शान्तपावनमचिन्त्यवैभवं तन्नरं वपुषि कुञ्जरं मुखे मन्महे किमपि तुन्दिलं महः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः, गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्यान्तन्नादिमध्यं न हि करचरणं, नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो नानपुंसं न च स्त्रीं, नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं। तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्ठान्तेव सदृशिगणैरावृतं ब्रह्मनिष्ठैः। आचार्येन्द्रं करकलितचिन्मुद्रमानन्दमूर्तिं स्वात्मारामं मुदितवदनं दक्षिणामूर्तिमीडे। वेदान्तार्थविभासकायेतये शान्ताय सन्न्यासिने, नानावादिनगेन्द्रसङ्घपवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभिधां बिभ्रते। तस्मै भाष्यकृते नमोऽस्तु सततं पूर्णाय बोधात्मने। अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं, गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो, नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः। कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनाम्, सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं। करुणापूर्णसुधाब्धे कबलितघनविश्वरूप, किरणावल्या अरुणाचलपरमात्मन् अरुणो भवचित्तकञ्जसुविकासाय। त्वयि अरुणाचल सर्वं भूत्वा स्थित्वा प्रलीनमेतच्चित्रं, हृद्यहमित्यात्मदया नृत्यसि भोस्ते वदन्ति हृदयं नाम। अहमिति कुत आयातीत्यन्विष्यान्तः प्रविष्टयात्यमलधियाम्, अवगम्य स्वं रूपं शाम्यत्यरुणाचलत्वयि नदीवाब्दौ। त्यक्त्वा विषयं बाह्यं रुद्धप्राणेन रुद्धमनसान्तस्त्वां, ध्यायन् पश्यति योगी दीधितिम् अरुणाचलत्वयि महीयं ते। त्वय्यर्पितमनसा त्वां पश्यन् सर्वं तवाकृतितया सततं भजते अनन्यप्रीत्यां, स जयत्यरुणाचलत्वयि सुखे मग्नः। गौरीदेहार्धमाद्यं सुमशरदहनं सुन्दरं फालनेत्रं, वामे स्कन्दं तथा श्रीकरिवरवदनं दक्षिणे धारयन्तं। सिद्धाधीशं गभीरं कविकुलरमणं नित्यम् आत्मस्थमीशं, वन्दे सर्वज्ञमेकं यमिजनविनुतं वेदवेद्यं
ഗൃഹസ്ഥം കൈലാസാചലകന്ദരാന്തരനിശം ചിന്മാത്രബോധേ സ്ഥിതം മധ്യേ പ്രേമപരാനുരാഗകലിതേനാഖ്യാന്തമേകാത്മതാം സ്വാനന്ദാമൃതപൂർണഗർഭവജസാ ഗൗരീം ച ശിഷ്യാഗ്രണീം ത്വം ബ്രഹ്മാസി ചിതിശ്ച തത്പരപരേതി ആഖ്യാന്തമീശം ഭജെ. രാത്രൗ മന്ദനിശാകരേന്ദ്രകലയാം വേദാന്തവാക്യാൻ മുദാ വൈരാഗ്യാദിഭിരാദൃതാൻ അജസുതാൻ സംപാടയന്തം തഥാ ശീതസ്പർശസമീരവേഗവിധുതാം സമ്മാർജയന്താം ജടാം യഃ കോപ്യത്ര വിരാജത്തെ ച മുനിരാട് ഈശാനസംജ്ഞം ഭജെ. സാംബ ശീതഹിമാംശുകോമളശിരാः താരാഗണൈः സേവിതോ തുംഗം ഹൈമഗിരേരനന്തമഹിമാ ഗീതഃ പുരാണൈः ശ്രിതഃ ധ്യാനാവസ്ഥിതനിശ്ചലായിതതനുസ്ത്വാരൂഢയോഗോ മുനിः ശാന്തിः സാന്ദ്രപരാഗരേണുതതിഭിः വാതേരിതോ രാജത്തെ. കലാഭ്യാം ചൂഡാലങ്കൃതശശികലാഭ്യാം നിജതപഃ ഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ. ശിവാഭ്യാം അസ്തോകത്രിഭുവനശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ശിവാനന്ദലഹരി ഇന്നലെ ഒരു ആമുഖം വിസ്തരിച്ചു. ആനന്ദലഹരി എന്ന പദം വിസ്തരിച്ചു. ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് ഒരു പേരുണ്ട്, ശിവജ്ഞാനപ്രദായിന്യൈ നമഃ. എന്താണ് ഈ ശിവജ്ഞാനം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ശരീരത്തിൻ്റെ അറിവുണ്ട്. അത് ശവജ്ഞാനമാണ്. വിവേക ചൂടാമണിയിൽ ആചാര്യ ഭഗവത്പാദർ പറഞ്ഞു, ഇത്ര കാലം ഇതിനെ പൂജിച്ചും കൊണ്ടിരിക്കണോ അത്രയും കാലം അശുചിയാണെന്ന്. ശവാകാരം യാവത് ഭജതി മനുജഃ താവത് അശുചി. എത്രയും കാലം ഈ ശവാകാരം ഇതിനെ ആരാധിച്ചു കൊണ്ടിരിക്കണോ അത്രയും കാലം അശുചി, അഴുക്ക്, കളങ്കം. ഇതിങ്ങട് എൻ്റെ സ്വരൂപമല്ല എന്ന് ത്യജിച്ച് ഭജതി ശിവാകാരമചലം, തൻ്റെ വാസ്തവ സ്വരൂപമായ ശുദ്ധ ചൈതന്യസ്വരൂപം. ശിവജ്ഞാനപ്രദായിനി എന്ന് പറഞ്ഞല്ലോ. ലളിതാ സഹസ്രനാമം തന്നെ ഒരു വ്യാഖ്യാനം കൊടുക്കും. എന്താ ശിവജ്ഞാനം? ലളിതാ സഹസ്രനാമം മുഴുവനും
ഭജിക്കുന്നത് ദേവിയെ ആണെങ്കിലും അതിൻ്റെ ലക്ഷ്യം, പർപ്പസ് ശിവജ്ഞാനമാണ്. എന്താ അവസാനിപ്പിക്കുന്നത്? എങ്ങനെയാ? ശിവശക്തിഐക്യരൂപിണ്യൈ നമഃ. ആ ശിവജ്ഞാനപ്രധാനമാണ് ശക്തിയുടെ ആരാധനയുടെ പർപ്പസ്, അതിൻ്റെ ലക്ഷ്യം. ശക്തി ശിവനിൽ ഒടുങ്ങുന്നു. ശക്തി ശിവത്തിൽ ലാസ്യമാടുമ്പോൾ ക്രിയേഷനാണ്, സൃഷ്ടി. ശക്തിയുടെ ഒരു ചിത്രം വരയ്ക്കാം. ശിവനെ കട്ടിലായിട്ടും അതിൽ ദേവി കിടക്കുന്നതായിട്ടും ഒരു ചിത്രം കാണാം. എന്താ കട്ടിലെന്ന് വെച്ചാൽ പരബ്രഹ്മവസ്തു, അത് അധിഷ്ഠാനം. അതിലെ ശക്തി ഉദിക്കുകയും നിൽക്കുകയും അടങ്ങുകയും ചെയ്യുന്നു. ശിവാകാരേ മഞ്ജേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യാഃ കതിചന ചിദാനന്ദലഹരീം. സൗന്ദര്യലഹരി. ശിവാകാരേ മഞ്ചെ, ശിവനാകുന്ന മഞ്ചത്തിൽ ആ ശക്തി ഇരിക്കുന്നു. കതിചന ചിദാനന്ദലഹരിയും എന്നുവെച്ചാൽ ചിത്തം അങ്ങോട്ട് നിശ്ചലമായി കഴിയുമ്പോൾ ശിവം, മനസ്സ് നിശ്ചലമായി ആത്മസ്വരൂപത്തിൽ ലീനമായി ഒന്നും ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ, അതാണ് എല്ലാ ശാസ്ത്രത്തിൻ്റെയും ലക്ഷ്യം. ഈ ചിന്തയെ അവസാനിപ്പിക്കലാണ്. ഭഗവത്ഗീതയുടെ മുഴുവൻ സാരം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ശ്ലോകത്തിൽ പറയാം. ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, എട്ടുകാലി വലനൂക്കുന്ന പോലെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചിത്തവൃത്തികൾ കൊണ്ട് വലനൂറ്റും കൊണ്ടിരിക്കുന്ന ഒരു ചിന്തായന്ത്രമാണ് ഈ മനസ്സ്. ആ മനസ്സിനെ ഹൃദയസ്ഥാനത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുക, അതാണ് ഭഗവാന് മനസ്സിനെ കൊടുക്കുക എന്ന് പറയുന്നത്. ശിവാനന്ദ ലഹരിയിൽ തന്നെ ആചാര്യസ്വാമികൾ പറഞ്ഞു, നമ്മൾ അതുവരെയ്ക്കൊന്നും എത്തില്ല, അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ തൊടുക. പറഞ്ഞു, ഭഗവാന് ഞാൻ എന്ത് തരും? നമ്മളിപ്പോൾ പഴവും നാളികേരവും ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കണുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഭഗവാന്റെ അല്ലേ? ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ നമ്മളുടെ വല്ലതും ഉണ്ടോ? തമിഴിൽ ചൊല്ലുவோம், கடை தேங்காய் எடுத்து வழிப்பிள்ளையார் குடைக்கிறது. ഭവതു ഭവദർത്ഥം ത്വദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ തേന ത്വദംഘ്രിയുകളെ രതിർമേ യച്ഛ ശാശ്വതി. ഭാഗവതത്തിൽ പൂർത്തി ചെയ്യുമ്പോൾ പറയും നമ്മൾ, അവിടുത്തെ വസ്തു അവിടത്തേക്ക് തന്നെ തരാണ്. അപ്പോൾ ഭഗവാന് കൊടുക്കാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഭവതു ഭവദർത്ഥം മമ മനഃ. ഈശ്വരനെ സമർപ്പിക്കുന്നത് എന്താ? ആ മനസ്സിനെ ഞാനിതാ തരണം. മനസ്സിനെ എങ്ങനെ ഭഗവാന് കൊടുക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഭഗവാൻ മുമ്പിൽ വരണം. 2, ഈ മനസ്സിനെ ഒരു സാമാനായിട്ട് പിടിച്ചെടുത്ത് നല്ലവണ്ണം കെട്ടി പുറത്തു പോവാത്ത വിധത്തിലാക്കിയിട്ട് കൊടുക്കണം. ഈ മനസ്സോ പിടികിട്ടില്ല, ഭഗവാനോ കാണാൻ പറ്റില്ല, പിന്നെ എങ്ങനെ കൊടുക്കും? ആ ചിത്തത്തിനെ ആത്മസ്വരൂപത്തിൽ അടക്കുന്നത് തന്നെയാണ് ചിത്തത്തിനെ ഈശ്വരന് അർപ്പണം ചെയ്യൽ. വേറെ വഴിയില്ല. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. യോഗികൾക്ക് പൂജയൊന്നുമില്ല, ബാഹ്യപൂജയൊന്നുമില്ല. ഉത്തമ ഭക്തനാണ് യോഗി. ഗീതയിൽ ഭഗവാൻ യോഗി എന്നും ഭക്തൻ എന്നും ജ്ഞാനി എന്നും ത്രിഗുണാതീതൻ എന്നും സ്ഥിതപ്രജ്ഞൻ എന്നും
ബ്രഹ്മവിത്ത് എന്നും പല പേരുകൾ മാറ്റി മാറ്റി പറയണത് ഒരേ വസ്തുവിനെ തന്നെയാണ്. ഈ മനസ്സ് ഭവതു ഭവദർത്ഥം മമ മനഃ. ആ മനസ്സിനെ ഭഗവാന് കൊടുക്കണം എന്ന് വെച്ചാൽ മനസ്സ് ആത്മസ്വരൂപത്തിൽ നിഷ്ഠമായാൽ, ആത്മസംസ്ഥമായാൽ, ഒന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ, ചിത്തവൃത്തികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അവിടെ ശക്തി ചലനം ഇല്ല. അപ്പം അവിടെ ശിവം മാത്രമേ ഉള്ളൂ. അതിൽ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ, ഒരു ചെറിയ ഒരു ചിത്തവൃത്തികൾ കൊണ്ടൊന്ന് ചൊറിഞ്ഞാലും, അങ്ങനെയാണ് ഭാഗവതം പറയണത്. കണ്ടൂതി എന്ന് വെച്ചാൽ ചൊറിയല്ലേ. മനസ്സിനെ മനസ്സുകൊണ്ടൊന്ന് ചൊറിഞ്ഞാൽ ചിത്തവൃത്തികൾ ഇങ്ങനെ പൊന്തി 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 വരും, വൃത്തികൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടുവരും. ആ മനസ്സിനെ ഭഗവാൻ അർപ്പണം ചെയ്യാം. ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞു, എന്തിനാ ഇപ്പം ഈ കാട്ടിലും മലയിലും കുളത്തിലും ഒക്കെ പുഷ്പം തെരഞ്ഞു പോകുന്നത്? രാവിലെ ആയാൽ പണ്ട് ഓണത്തിന് പൂവ് കൊണ്ടുവരാനായിട്ട് പല സ്ഥലത്തുമായിട്ട് അലഞ്ഞു നടന്ന് പല ആളുകളുടെ ചീത്തയും കേൾക്കും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടേ, ഇവിടെ വന്നുള്ളൂ പൂവൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഒക്കെ ചീത്ത പറയും. മോഷ്ടിച്ചുകൊണ്ട് പോകും ചിലർ പുഷ്പം, അല്ലേ? ഇതൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ലേ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓർഡർ കൊടുത്താൽ പൂവ് വരും, ഇഷ്ടം പോലെ പൂവ് വരും. ആ പൂവ് 1 മാസം മുമ്പേ പറിച്ചു വെച്ചതാണ്, ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു. ഗഭീരേ കാസാരേ വിശതി വിജനേ ഘോരവിപിനേ വിശാലേ ശൈലേ ച ഭ്രമതി കുസുമാർത്തം ജഡമതി സമർപ്യേകം ചേതസരസിജമുമാനാഥ ഭവതേ സുഖേനാവസ്ഥാതും ജനയിഹ ന ജാനാതി കിമഹോ. ഈ മനുഷ്യർക്ക് സുഖമായിട്ട് ഇരിക്കാൻ അറിയണില്ലല്ലോ പാന്ന് ശങ്കരാചാര്യർ പറയണു. സൗഖ്യമായിട്ടിരിക്കാനുള്ള വഴിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണത്. സുഖേന അവസ്ഥാതും ജനയിഹന ജാനാതിക്കും അഹോ. അഹോ എന്ന് പറഞ്ഞാൽ ആശ്ചര്യമാണ്. സൗഖ്യമായിട്ട് ഇരുന്നൂടെ? എല്ലാവരും പറയണേ സുഖമായിട്ടിരിക്കണം, സുഖം. എന്നാൽ സുഖമായിട്ടിരിക്കൂ, ഒന്നും ചെയ്യണ്ട. കുളത്തിലും മലയിലും കാട്ടിലും ഒന്നും അലയേണ്ട ആവശ്യമില്ല. ഗഭീരേ കാസാരേ, താമര പറിക്കാനായിട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങി പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വിശതി വിജനേ ഘോരവിപിനേ, ഘോരമായ കാട്ടിൽ, ജനവാസമില്ലാത്ത കാട്ടിൽ ചെന്ന് പുഷ്പത്തിനായി ചകഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വിശാലേ ശൈലേ ച, മല കയറുക. ഭ്രമതി കുസുമാർത്ഥം ജഡമതി മന്ദബുദ്ധി. പുറത്ത് അലഞ്ഞു നടന്ന് പുഷ്പം തിരയുന്നവൻ മന്ദബുദ്ധി. സമർപ്യേകം ചേതസരസിജം, മനസ്സാകുന്ന പുഷ്പം അങ്ങട് ഒന്ന് സമർപ്പണം ചെയ്താൽ മതി. ഉമാനാഥ ഭവതേ സുഖേന അവസ്ഥാതും ജനയിഹ ന ജാനാതി കിമഹോ. ഈ മനസ്സങ്ങട് പരമേശ്വരന് കൊടുത്താൽ ശാന്തി, സമാധാനമായി. അങ്ങനെ മനസ്സ് ഭഗവാന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ എന്താ? കതിജന ചിദാനന്ദലഹരിയും. ആ ചിത്തം ചിത്തിലൊടുങ്ങി കഴിയുമ്പോൾ, ചിത്തം ആത്മസ്വരൂപത്തിൽ നിശ്ചലീഭാവമാപത്യത്തെ, നിശ്ചലമായി തീർന്നു കഴിയുമ്പോൾ, നിശ്ചലതത്വം അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എന്താ ലാഭം എന്ന് വെച്ചാൽ കതിജന ചിദാനന്ദലഹരി, എന്തോ ഒരു ആനന്ദലഹരി, ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ ഒരു തിമർപ്പ്, ആനന്ദത്തിൻ്റെ ഒരു തൃപ്തി, സന്തോഷം, ശാന്തി ഹൃദയത്തിൽ വന്നു.
അതാണ് ആനന്ദ ലഹരി എന്ന് പറഞ്ഞു. അതിനെ നോക്കിപ്പോൾ എന്തൊക്കെയായി? സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി. സൗന്ദര്യലഹരിയിൽ തന്നെ ആചാര്യസ്വാമികൾ പറഞ്ഞു ചിദാനന്ദലഹരിയും. ചിദാനന്ദലഹരി, ആനന്ദലഹരി, സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി എല്ലാം സമാനമായിട്ടുള്ളത് ഈ ആനന്ദലഹരിയാണ്. അധ്യാത്മ സാധന ചെയ്യണത് എന്തിനാ? എപ്പോഴാ അധ്യാത്മ സാധന? ഒരു വെള്ളത്തിനായി കിണർ കുഴിക്കുമ്പോൾ എവിടെ ചെന്ന് നിൽക്കും? വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നിൽക്കും. അതുപോലെ അധ്യാത്മ സാധനയും ഹൃദയത്തിൽ ഒരു തീർത്ഥം കണ്ടെത്താനായിട്ടുള്ള ഒരു കുഴിക്കലാണ്. എന്താണ് ആ തീർത്ഥം എന്ന് വെച്ചാൽ കത്തിച്ചന ചിദാനന്ദലഹരിയും. ആ ആനന്ദലഹരി, ആ ആനന്ദം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആനന്ദം ആനന്ദം ആനന്ദമേയന ആനന്ദ കൂത്തിടുവായ് പരമാത്മസ്വരൂപം അറിന്തുകൊണ്ടേൻ എന ആനന്ദ കൂത്തിടുവായ്. അഗസ്ത്യർ പാട്ട്. ആനന്ദം ആനന്ദം ആനന്ദമേയന ആനന്ദ കൂത്തിടുവായ് പരമാത്മസ്വരൂപം അറിന്തുകൊണ്ടേൻ എന ആനന്ദ കൂത്തിടുവായ്. ആനന്ദ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു ആനന്ദ നൃത്തം, സന്തോഷം, ഹൃദയത്തിലൊരു തൃപ്തി. ക്വചിത് രുദതി വൈകുണ്ഠ ചിന്താ ശബളചേതന ക്വചിത് ഹസതി ക്വചിത് ഉദ്ഗായതി നൃത്യതി ക്വചിത് എന്നൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞു. ആ ആനന്ദം ഭക്തന്മാർ ചിലർക്കൊക്കെ അതിന് ബാഹ്യപ്രകടനം ഉണ്ടാവും. ജ്ഞാനികളുടെ ലക്ഷണം എന്താ എന്ന് വെച്ചാൽ എത്ര വലിയ ആനന്ദം വന്നു കഴിയുമ്പോഴും പുറമേക്കത് തുളുമ്പാതെ ഹൃദയത്തിൽ അത് അടങ്ങി ശാന്തമായിട്ട്, അത് ശാന്തിയായിട്ടേ പുറത്തേക്ക് അറിയുള്ളൂ എന്നല്ലാതെ പുറമേക്ക് അതൊരു തുളുമ്പി വരുന്ന സന്തോഷം ജ്ഞാനികളിൽ അത്ര കണ്ട് കാണില്ല. ആ ആനന്ദലഹരിയൊക്കെ ഹൃദയത്തിലെ ശാന്തി, പരമശാന്തി. ആ ശാന്തി തന്നെ ആനന്ദലഹരിയാണ്. ആ ശാന്തി കിട്ടിക്കഴിയുമ്പോൾ തൃപ്തോ ഭവതി ന കിഞ്ചിത് വാഞ്ചതി, ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പോഴാണ് ഒരാളുടെ ജീവിതം പരമതൃപ്തമായത്, ശാന്തമായത്. അത്തരത്തിലുള്ള ആനന്ദലഹരിയാണ് ഇത്. പ്രസ്ഥാനത്രയ, ഭാഷ്യ, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഗീത എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താ എന്നുവെച്ചാൽ ഈ ആനന്ദ ലഹരിയാണ്. നമ്മളൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ആനന്ദമാണ്. ആനന്ദം പുറമേക്ക് വിഷയങ്ങളിലാണ് ഇപ്പോൾ തിരയണത്. പേരും പുകഴും പണവും ശരീരത്തിൻ്റെ ആരോഗ്യവും സുഖങ്ങളും ഇതൊക്കെ കിട്ടാനായിട്ട് നെട്ടോട്ടം വട്ടോട്ടം എന്നല്ലേ പറയാം അല്ലേ? നെട്ടോട്ടം വട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. വയസ്സാവും തോറും ആശ മാത്രം അധികമാകണം, സമാധാനമൊന്നും വന്നില്ല എന്നാണ്. തൃഷ്ണയികാ തരുണായത്തെ ഭർതൃഹരി പറഞ്ഞു, ശരീരത്തിന് വയസ്സായിപ്പോയി, മനസ്സിങ്ങനെ താരുണ്യത്തിൽ നിൽക്കുകയാണ്, യൗവനത്തിൽ നിൽക്കുകയാണ്. ഇനിയും തൃപ്തമായില്ല, ഇവിടെ അനുഭവിച്ചതൊന്നും തൃപ്തമായില്ല. എന്തേ ഈ അനുഭവിച്ച് തൃപ്തി വരാത്തതെന്ന് വെച്ചാൽ ദുഃഖം അനുഭവിക്കാത്തതുകൊണ്ടാണ്. ഈ ദുഃഖം ഭഗവാൻ എന്തിനാ ലോകത്തിൽ വെച്ചിരിക്കണത്? ആളുകൾ ചോദിക്കും. സൗഖ്യമായിട്ട് ഇരിക്കാൻ എന്തിനാ ദുഃഖം? ഈ ദുഃഖം മാത്രമില്ലെങ്കിൽ നമ്മൾ ആ ആനന്ദത്തിനെ പ്രാപിക്കുകയേ ഇല്ല. കാരണം പുറം വിഷയങ്ങളിൽ തന്നെ അലഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നാരായണീയത്തിൽ ഭട്ടതിരി ദുഃഖാനി ആലോക്യ ജന്തുഷു അലം ഉദിത വിവേകോഹം. പുറം വിഷയങ്ങളിൽ ദുഃഖമുണ്ട് എന്ന് കണ്ട് 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 വിവേകം ഉദിക്കും. കണ്ടിട്ട് വിവേകം ഉദിക്കണതൊക്കെ വളരെ കുറച്ച് പേർക്ക്. അത് പൂർവ്വജന്മങ്ങളിൽ കുറേ ദുഃഖം അനുഭവിച്ചതിൻ്റെ സംസ്കാരം മെമ്മറിയായിട്ട്, സ്മൃതിയായിട്ട് കിടന്നിട്ട് ചിലർക്ക് അവർ ദുഃഖിക്കൊന്നും വേണ്ട, മറ്റുള്ളവരുടെ ദുഃഖമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ അതുപോലും വേണ്ടി വരില്ല. നല്ല പരിപക്വമായ എത്രയോ ജന്മസംസ്കാരങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ ചിലർക്ക് കുട്ടിക്കാലത്ത് തന്നെ, ഇപ്പോൾ ശങ്കരാചാര്യർ 8 വയസ്സിൽ അധ്യാത്മവിദ്യയെ അന്വേഷിച്ചു പോയി.
അതുപോലെ ഒരു വൈരാഗ്യം നമുക്കൊന്നും വരാത്തതിന് കാരണം എന്താ? പോരാന്നാണ്. പോരാ. ഒരു വൃദ്ധ, ശാന്തമ്മാൾ എന്ന് പേര്, കുട്ടിക്കാലത്ത് 8 വയസ്സിലോ 9 വയസ്സിലോ വിവാഹമായി. പഴയ കാലത്ത് ഇന്ന് ബാല്യവിവാഹം എന്ന് പറയുമല്ലോ. കന്യകാദാനം കഴിഞ്ഞ് 10-12 വയസ്സാകുമ്പോഴേക്കും ഭർത്താവ് മരിച്ചു. കുടുംബത്തിൽ ആരുമില്ല. പരമവൈരാഗ്യം. കുറേ കാലം വീട്ടിലുള്ളവരൊക്കെ വഴി കാണിച്ച് തമിഴിൽ വേദാന്തമൊക്കെ പഠിച്ചു. എല്ലാം കഴിഞ്ഞ് ഭഗവാൻ രമണ മഹർഷിയെ കണ്ടു. ആശ്രമത്തിലെ പാചകശാലയിൽ, കിച്ചണിൽ അവർ ജോലി ചെയ്തുകൊണ്ട് കഴിച്ചു. ഇത്രയധികം ദുഃഖം വിഷമമൊക്കെ അനുഭവിച്ച അമ്മ ഒരു ദിവസം ഭഗവാന്റെ അടുത്ത്, മഹർഷിയുടെ അടുത്ത് പറഞ്ഞു, ഇത്രയൊക്കെ ഞാൻ എല്ലാം അറിഞ്ഞ് വിചാരം ചെയ്ത് ഇനിയും എന്താ എനിക്കങ്ങോട്ട് പരിപൂർണമായിട്ട് അങ്ങോട്ട് മനസ്സടങ്ങാത്ത ചോദിച്ചു. ഇത്ര ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ കണക്ക് പ്രകാരം. അവരുടെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, കാരണം എന്താ അറിയോ, വേണ്ടത്ര ദുഃഖം അനുഭവിച്ചിട്ടില്ല. വേണ്ടത്ര ദുഃഖം അനുഭവിച്ചിട്ടില്ല. ദുഃഖം ഈശ്വരൻ്റെ മരുന്നാണത്. അത് നമ്മൾക്ക് പരിപാകപ്പെടണമെങ്കിൽ, ചിത്തം അന്തർമുഖമാവണമെങ്കിൽ പുറത്ത് മുഴുവൻ ഈ ദുഃഖം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ചിത്തം നല്ലവണ്ണം വിരക്തമാവും, പരമവൈരാഗ്യം ഉണ്ടാവും. ഹൃദയസ്ഥാനത്തിന് വിട്ട് പുറത്തു പോകാതെ ശാന്തമായിട്ടിരിക്കും. അത്ര കണ്ട് പക്വം വരാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഒരു പൊത്തിൽ കൈയിട്ട് കടി കിട്ടിയാൽ വേറൊരു പൊത്തിൽ കൈയിട്ട് നോക്കണത്. ഈ വൈരാഗ്യം പരിപൂർണമായി കഴിയുമ്പോൾ ചിത്തം ഹൃദയത്തിലിരിക്കും. അത് ചില മഹാഭാഗ്യവാന്മാർക്ക് കുട്ടിക്കാലത്തുണ്ടാവും. ബാക്കിയുള്ളവർക്ക് ജീവിതത്തിൽ ദുഃഖമൊക്കെ കണ്ട് 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 ആ ഭഗവാന്റെ ചരണം മാത്രമാണ് അനിത്യം അസുഖം ലോകമിമം പ്രാപ്യ ഭജസ്വമാം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു അല്ലേ. ഗീതയിൽ ഭഗവാൻ തന്നെ ഒരു സീൽ വെച്ച് പറഞ്ഞതാണ്, ഇവിടെ അനിത്യം അസുഖം എന്ന് വെച്ചാൽ പരിഹാരമില്ല എന്നർത്ഥം. നമ്മൾ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് സൗഖ്യമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നത് വണ്ണാൻ അലക്ക് കഴിഞ്ഞ് കാശിക്ക് പോണ പോലെ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെയാണ്. ഇതൊന്നും സാധിക്കില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ ശരിയാക്കിയിട്ട് ഞാൻ സമാധാനമായിട്ട് ഇരിക്കാമെന്ന് വെച്ചാൽ ഇതുവരയ്ക്കും ആർക്കും സാധിച്ചിട്ടില്ല. എപ്പോഴാ ഭഗവത് ഭജനം ചെയ്യേണ്ടത്? ഇപ്പോൾ. എന്താ ഭഗവത് ഭജനം? മനസ്സിനെ അങ്ങടെ ഭഗവാൻ അർപ്പിക്കുക, പഞ്ചാക്ഷരം ജപിക്കുക. പഞ്ചാക്ഷരം പാവനമുച്ഛരന്ത പതിം പശൂനാം ഹൃദി ഭാവയന്ത. ഭഗവൻ നാമം ജപിക്കാം. ആ ജപം ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ മനസ്സ് ശാന്താവും. വേദം നാങ്കിനും മെയ്പ്പൊരുൾ ആവത് നാഥൻ നാമം നമഃശിവായ. പഞ്ചാക്ഷരി പഞ്ചരഞ്ജിതാഭ്യാം. അങ്ങനെ പരമേശ്വരനെ ഹൃദയത്തിൽ എങ്ങനെ വയ്ക്കും? ആ നാമം ഹൃദയത്തിൽ. ഭഗവാൻ രമണ മഹർഷിക്ക് പോലും ആ അരുണാചലം എന്നുള്ള നാമസ്മരണമാണ് ഹൃദയത്തിലെ ജ്ഞാനത്തിന് കാരണം. പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യമാണ്. രമണ മഹർഷി എന്ന് വെച്ചാൽ ജ്ഞാനം, സാക്ഷാത്കാരം, ജ്ഞാനം, ജീവൻ മുക്തൻ, അത്രേ അറിയുള്ളൂ. എങ്ങനെ വന്നു? ചാവി എന്താ? പെയർ നിനൈത്തിടവേ പിടിത്തിഴുത്തനയുൻ പെരുമയാർ അറിവാർ അരുണാചല. ആ നാമം സ്മരിച്ചതും ആ അരുണാചലം എന്ന പഞ്ചാക്ഷരം ഹൃദയത്തിൽ വന്നതും ഹൃദയത്തിലെ മനസ്സ് ഹൃദയത്തിൽ അടങ്ങിപ്പോയി, ശാന്തമായി. ആ ആനന്ദലഹരി ഹൃദയത്തിൽ പൊന്തി വന്നു. ശിവ ആനന്ദലഹരി അത് ഹൃദയത്തിൽ ഉദിച്ചു. ആ ആനന്ദലഹരിയാണ് ഈ 100 ശ്ലോകങ്ങളിലായിട്ട് ആചാര്യസ്വാമികൾ തന്നിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞു, സൗന്ദര്യലഹരി ആരംഭിക്കുമ്പോൾ ശിവ എന്നുള്ള നാമത്തോടുകൂടെ ആരംഭിച്ചു. ഇത് ശിവാനന്ദലഹരി ആരംഭിക്കുമ്പോൾ കകാരൂപ കല്യാണി കല്യാണ ഗുണശാലിനി കല്യാണശൈല നിലയാ കമനീയ കലാവതി. ത്രിശതി ആരംഭിക്കുമ്പോൾ
ദേവിയുടെ സ്വരൂപം എന്താണ് എന്ന് വെച്ചാൽ കകാരരൂപ കല്യാണി കല്യാണ ഗുണശാലിനി. കകാരരൂപ, ക എന്നുള്ളത് അംബികയുടെ പഞ്ചദശാക്ഷരിയുടെ ആരംഭനാമമാണത്, ആരംഭ അക്ഷരമാണ്. അതുകൊണ്ട് അത് ശിവനാമത്തോടുകൂടെ സൗന്ദര്യലഹരിയും പഞ്ചദശാക്ഷരിയെ സ്പർശിച്ചുകൊണ്ട് ശിവാനന്ദലഹരിയും ആരംഭിക്കാം. കലാഭ്യാം ആദ്യത്തെ നമസ്കാരം പാർവതി പരമേശ്വരന്മാർക്ക് രണ്ടുപേർക്കും കൂടിയിട്ടാണ്, ഒരാളായിട്ട് ഇല്ല അവിടെ. തുളസീദാസ് രാമായണം എഴുതുമ്പോൾ, രാമചരിതമാനസം തുടങ്ങുമ്പോൾ ആർക്കാണ് നമസ്കരിച്ച്? രാമനെയല്ലേ നമസ്കരിക്കേണ്ടതല്ലേ? എന്താ നമസ്കാരം എന്ന് വെച്ചാൽ ഭവാനി ശങ്കരോ വന്ദേ ശ്രദ്ധാ വിശ്വാസരൂപിണോ യാഭ്യാം വിനാ ന പശ്യന്തി സിദ്ധാഃ സ്വാന്തസ്തമീശ്വരം. തുളസീദാസ് രാമായണം രാമചരിതമാനസം ആരംഭിക്കുമ്പോൾ ഇതാണ്, സംസ്കൃത ശ്ലോകമാണ്. വലിയ സംസ്കൃത വിദ്വാനാണ് തുളസീദാസ്. പക്ഷേ കഥ പറയണത് ആദ്യം തുളസീദാസ് രാമായണം സംസ്കൃതത്തിലാണ് എഴുതിയത് അത്രേ, കാശിയിൽ വെച്ച് എഴുതിയിട്ട് അന്നുള്ള ശ്ലോകങ്ങൾ ഗ്രന്ഥത്തിൽ ഓലയിൽ എഴുതി അങ്ങോട്ട് വയ്ക്കും. രാവിലെ എണീറ്റാൽ ആ ഓല എവിടെ ഉണ്ടാവും, ശ്ലോകം കാണാതാവുന്നു. അങ്ങനെയാണ് കഥ പറയണത്. ഇത് കുറേ ദിവസമായി ഓലയോടുകൂടെ കാണാതായാൽ വേണ്ടില്ല, പക്ഷെ ആ ഗ്രന്ഥം അവിടെ ഉണ്ട്, ശ്ലോകം കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എന്താ അങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ വിശ്വനാഥൻ ഒന്ന് പറഞ്ഞു അത്രേ, ഹിന്ദിയിൽ എഴുതാനായിട്ട്. സംസ്കൃതത്തിൽ വാൽമീകി എഴുതിയിട്ടുണ്ടല്ലോ, ഇതങ്ങോട്ട് സാമാന്യ ഭാഷയിൽ എഴുതാൻ പറഞ്ഞു. അങ്ങനെയാണ് തുളസീദാസ് രാമചരിതമാനസം എഴുതിയത്. അപ്പം ആരംഭത്തിൽ കുറേ സംസ്കൃത ശ്ലോകമുണ്ട്, നല്ല ഗംഭീരമായ ശ്ലോകം. അതിലൊരു ശ്ലോകമാണ് ഭവാനി ശങ്കരോ വന്ദേ, ആ പാർവതി പരമേശ്വരന്മാർക്ക് നമസ്കാരം. ശ്രദ്ധാവിശ്വാസ രൂപിണോ, ശ്രദ്ധയും വിശ്വാസത്തിൻ്റെയും രൂപം. യാഭ്യാം വിനാ ന പശ്യന്തി സിദ്ധാഃ സ്വാന്തസ്തമീശ്വരം. അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ആ അന്തർഹൃദയത്തിലുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവർ സർവകലാസ്വരൂപന്മാരാണ്. നമ്മൾ കല എന്ന് പറയുമ്പോൾ അല്ലേ, കല എന്താ? സംഗീതം കലയാണ്, ചിത്രം വരയ്ക്കൽ കലയാണ്, നൃത്തം കലയാണ്. 64 കലകൾ പറയുന്നു. പക്ഷെ കലാശബ്ദത്തിനർത്ഥം പാർട്ട് എന്നാണ് അർത്ഥം, അംശം. കല എന്ന് വെച്ചാൽ പാർട്ട്. അപ്പോൾ പൂർണ്ണമല്ല, ഹോൾ അല്ല എന്നർത്ഥം. നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പേര്? കല, ആർട്ട് അല്ലേ? അതിൽ ഒരു HE ചേർത്താൽ എന്താവും? ഹാർട്ട് അല്ലേ? കറക്റ്റ് തന്നെ സ്പെല്ലിങ്, HEART. എന്താ ഹാർട്ട് എന്ന് ഹി പോയാൽ ആർട്ടാവും. അത് ഹാർട്ട് ആവണത് എപ്പോഴെന്ന് വെച്ചാൽ ആർട്ടിൽ വെൻ ഹി കംസ് ഇറ്റ് ബിക്കംസ് ഹാർട്ട്. അതിൽ ഹൃദയസ്പർശിയിൽ ഇപ്പോൾ സംഗീതമൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരാളെങ്കിലും ഭാഗവതർ എന്ന് വിളിക്കണേ ഇല്ല, എല്ലാ ആർട്ടിസ്റ്റാണ്. ഇപ്പോഴുള്ള ആളുകൾക്ക് ഭാഗവതർ എന്ന് വിളിച്ചാൽ ഇഷ്ടമല്ല. അവർ തന്നെ തീരുമാനിച്ച് പറയാണ് ഞങ്ങൾ ആർട്ടിസ്റ്റാണ് എന്ന് വെച്ചാൽ ഹാർട്ടിസ്റ്റ് അല്ല എന്നർത്ഥം. ഹാർട്ട് ഇല്ല, ആർട്ടേ ഉള്ളൂ. ആർട്ടിൽ ഈശ്വരൻ അവിടെ നിന്ന് ലുപ്തമായി കഴിയുമ്പോൾ അത് ആർട്ടായിട്ട് മാറും. ഇംഗ്ലീഷിലൊരു ചൊല്ല് തന്നെ ഉണ്ട്, നല്ല ശുദ്ധ ഹൃദയമായിട്ടുള്ളവനെ കുറിച്ച് പറയുമ്പോൾ ആർട്ട്ലെസ് പേഴ്സൺ എന്ന് പറയും. ആർട്ട്ലെസ് ആണ് എന്നുവെച്ചാൽ കല വേഷം കെട്ടില്ല എന്ന്, ആർട്ടിഫിഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത് കല. ആർട്ടിഫിഷ്യലായിട്ട് സ്വയം പൊന്തി വരുന്നത് ഈശ്വര അനുഭൂതി. ഈശ്വര അനുഭൂതിയുടെ അംശങ്ങളാണ് കല.
കലയെ അതിൻ്റെ മൂലത്തിൽ, കലയെ അതിൻ്റെ പിറപ്പിടത്തിൽ അടക്കിക്കഴിയുമ്പോൾ അത് ഭഗവത് അനുഭൂതിയായിട്ട് തീരും. സംഗീതജ്ഞാനമു ഭക്തി വിനാ സന്മാർഗമു ഗളദേവോ മനസ്സ. ത്യാഗരാജസ്വാമികൾ പറഞ്ഞു, ഹേ മനസ്സേ, ഈ സംഗീതം ഭക്തിക്ക് ഉപയോഗപ്പെടില്ലെങ്കിൽ പിന്നെ എന്ത് സാധന അത്? അതുകൊണ്ട് എന്തു പ്രയോജനം? 4 ആളുകളുടെ കൈതട്ടോ. ത്യാഗരാജസ്വാമികൾ തന്നെ പാടി, മമതാബന്ധന യുത നരസ്തുതി സുഖമാ. 4 ആളുകൾ കൈതട്ടുകയും അവാർഡ് തരികയും ഒക്കെ ചെയ്യുന്ന ഈ മനുഷ്യസ്തുതി, നരസ്തുതി, അതിലെന്തൊരു സുഖമുണ്ട്? ആ അന്തർഹൃദയത്തുള്ള ഭഗവാന്റെ ആനന്ദം അനുഭവിച്ചവന് ഈ പുറത്തുള്ള ആളുകളുടെ സ്തുതിയും അവരുടെ പുകഴ്ത്തലും ഇതിലൊന്നും കാര്യമില്ല. പക്ഷെ ഇപ്പോൾ എല്ലാത്തിനെയും ഇപ്പം ഞങ്ങളൊക്കെ തന്നെ സിനിമ ആക്ടർമാരായിട്ട് മാറിയിരിക്കും. അത് കണ്ടില്ലേ? ഒക്കെ എല്ലാം ഒരു തരത്തിൽ ചെന്ന് അതിപ്പോൾ അത് കണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കണക്കാക്കിയിട്ടില്ലെങ്കിൽ അതും നല്ലതാണ്. എത്രയോ ആളുകൾ അത് കണ്ട് ശ്രദ്ധിച്ച് അനുഭവിക്കും. പക്ഷേ ഇതാണ് ഇപ്പോൾ എല്ലാം അവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നത്. എല്ലാം ചെന്ന് നിൽക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ എല്ലാം ഒരു പെട്ടിക്കകത്താണ്. അപ്പോൾ അത് കലയെ പരമേശ്വരൻ ശക്തി മാത്രമാണെങ്കിൽ അത് കല. വാഗർത്താവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. കാളിദാസൻ ഇതിൻ്റെ രഹസ്യം പറഞ്ഞു രഘുവംശം ആരംഭിക്കുമ്പോൾ. വാക്ക് പാർവതിയാണെങ്കിൽ അർത്ഥം പരമേശ്വരനാണ്. കല, നമ്മളിന്ന് ആർട്ട് എന്ന് പറയുന്നത് വാക്ക് മാത്രമാണ്, അതിൽ അർത്ഥമില്ല. അതിൽ അർത്ഥം വന്നു കഴിയുമ്പോൾ കേട്ടിരിക്കുന്നവർ രസിക്കും, ഉള്ളിലൊരു ആനന്ദം ഉണ്ടാവും. ആ അംശം ഈ വാക്കിനില്ല. വാക്കിനകത്ത് ജീവൻ വരണത് ആ വാക്ക് സ്ഥൂലമായ ശബ്ദം, വെർബൽ സൗണ്ട്. ആ സൗണ്ടിന് പുറകിൽ അതൊരു സ്പന്ദനാത്മകമായ വസ്തുവാണ്. അതിനു പുറകിൽ അതൊരു ആശയമാണ്. അതിനു പുറകിൽ അത് മൗനമാണ്. മൗനം ആശയമായി മാറി, ആശയം സ്പന്ദിച്ചുണർന്ന് സ്പന്ദനം ശബ്ദാകാരം പൂണ്ട് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് എല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ മൗനത്തിൻ്റെ ഒരു പതനമാണ് ശബ്ദം. മൗനം പുറമേക്ക് ശബ്ദമായിട്ട് വന്നു കഴിയുമ്പോൾ അത് എല്ലാവരും കേൾക്കും. അത് പുറമേക്ക്, ഇപ്പോൾ പാട്ട് പഠിക്കുമ്പോൾ നമ്മൾ മൗനത്തിനെ പഠിക്കുന്നില്ല, വാക്കിനെയാണ് പഠിക്കുന്നത്. ശബ്ദത്തിന്, വൈഖരി ശബ്ദത്തിനെയാണ് പഠിക്കുന്നത്. മൗനം പഠിക്കാനൊക്കില്ല. മൗനം ഗുരുവിൻ്റെ അടുത്ത് ഇരുന്ന് ഭക്തി കൊണ്ടും ജപം കൊണ്ടും മന്ത്രസാധനകൾ കൊണ്ടും ഭഗവത് ധ്യാനം കൊണ്ടും ഒക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന അനുഭൂതിയാണ് മൗനം. ചത്വാരി വാക് പരിമിത പദാനി, വേദമന്ത്രമാണത്. താനി വിദുഹു ബ്രാഹ്മണ യേ മനീഷിണ. ഒരു വാക്കിന് 4 പാദങ്ങളാണ്. അത് ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ജ്ഞാനി എന്നർത്ഥം. ആ ജ്ഞാനികൾ അറിയുന്നു. ത്രീണി നിഹിത ഗുഹാസു നിംഗയന്തി. ആ വാക്കിൻ്റെ 4ാമത്തെ പാദം മാത്രമാണ് പുറത്തറിയുന്നത്. ത്രീണി, അതിൻ്റെ 3 പ്ലെയിൻ പുറത്തറിയില്ല. ഇപ്പോൾ പാടുമ്പോൾ ഈ സംഗീതം പുറത്ത് കേൾക്കണുണ്ട്. അത് കാസറ്റ് ഒന്ന് കേട്ടു, പഠിച്ചു, അർത്ഥചിന്തന ഇല്ല, ഉപാസനയില്ല, അനുഭൂതി ഇല്ലെങ്കിൽ ആ ശബ്ദം വെറുതെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കും. റേഡിയോവിനും അതിന് വ്യത്യാസമൊന്നുമില്ല, ടേപ്പ് റെക്കോർഡറിനും അതിന് വ്യത്യാസമില്ല. അത് വെറും വൈഖരി ശബ്ദമാണ്. അതിൽ ഇത്തിരി അങ്ങോട്ട് ഒരു പ്രഭാവം ഉണ്ടെങ്കിൽ അത് അല്പം സ്പന്ദനാത്മകമായിട്ട് തീരും. അതിന് പുറകിൽ ഹൃദയമുണ്ടെങ്കിൽ, ഭാവം ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് പശുർവേത്തി ശിശുർവേത്തി വേത്തി ഗാനരസം പണി. സംഗീതമൊന്നും അറിയേണ്ട ആവശ്യമില്ല. അത്രേ ഉമ്മർത്ത് വന്ന് നിൽക്കണ പശുവിനറിയാം, നായ്ക്കറിയാം, സർപ്പത്തിനറിയാം, കൊച്ചു കുട്ടികൾ രസിക്കുമെന്നാണ്. അത് കേട്ട് കഴിയുമ്പോൾ ഒരു ആനന്ദം,
ഒരു ലഹരി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ ലഹരി ആ ശബ്ദത്തിലുണ്ടാവും. അപ്പോൾ വാക്കിൻ്റെ ഉള്ളിൽ അർത്ഥം പ്രവേശിക്കുന്നു. അർത്ഥം എന്ന് വെച്ചാൽ മീനിങ് അല്ല, പരമപുരുഷാർത്ഥം. ആ വാക്കിൻ്റെ ഉള്ളിലേക്ക് പരമപുരുഷാർത്ഥം പ്രവേശിക്കും. തിരുവാചകം മാണിക്യവാചകർ എഴുതിയില്ല, മാണിക്യവാചകർ പാടി. എഴുതിയതാരാന്ന് വെച്ചാൽ ശിവൻ എഴുതി. കഥയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സന്ദർഭത്തിൽ പറയാം. മാണിക്യവാചകർ പല സ്ഥലങ്ങളിലും പോയിട്ട് പാടി പാടി കീർത്തനങ്ങൾ പാടി. എഴുതിയൊന്നും വെച്ചില്ല, നോട്ട് ചെയ്ത് വെച്ചില്ല. അങ്ങനെ പാടി ഭഗവാന്റെ അടുത്ത് പാടിപ്പോയി. അവസാനം ചിദംബരത്തിൽ വന്നു. നിങ്ങൾ ചിദംബരത്തിൽ പോയാൽ മാണിക്യവാചകർ താമസിച്ച സ്ഥലമൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. പരമേശ്വരൻ ഒരു സ്ഥാനം കൊടുത്തു, ഇവിടെ താമസിക്കാമെന്നാണ്. അമ്പലത്തിനുള്ളിൽ വരാൻ ആയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ എളുപ്പത്തിൽ ടിക്കറ്റ് എടുത്ത് അമ്പലത്തിൽ പോകണ്ടല്ലോ അല്ലേ. നടരാജാവിൻ്റെ അനുമതി കിട്ടാതെ അകത്തേക്ക് പ്രവേശിക്കരുതെന്ന് തീരുമാനിച്ച് ചിദംബരം എത്തിയിട്ടും ഉള്ളിൽ കിടക്കാതെ ഒരു സ്ഥലത്തിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒരു വയസ്സായ ആൾ വന്നു. വയസ്സായ ആൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പാടുക, ഞാനൊന്ന് എഴുതിയെടുക്കാം. മാണിക്യവാചകർക്ക് നോ പറയാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ വന്നിരിക്കുന്ന ആൾ അങ്ങനെയാണ്. പാടാൻ പറഞ്ഞു, എഴുതിക്കൊണ്ടേ പോയി. നമഃശിവായ വാഴ്ക, നാദൻ താഴ്വാഴ്ക, ഇമൈപ്പൊഴുതും എൻ നെഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴ്ക, கோகழியாண்ட குருமணிதன் தாழ்வாழ்க, ஆகமம் ஆகி நின்று அன்னிப்பான் தாழ்வாழ்க, ஏகன் அநேகன் இறைவன் அடிவாழ்க, வேகம் கெடுத்து ஆண்ட வெந்தன் அடிவெல்க, பிறப்பறுக்கும் பிஞ்சகன் தன் பெய்கழல்கள் வெல்க, புறத்தார்க்கு சேயோன் தன் பூங்கழல்கள் வெல்க, கரம் குவிவார் உள்மகிழும் கோன் கழல்கள் வெல்க, ശിരം കുവിവാരോം കുവിക്കും ക്ഷീരോൻ കഴൻ വെൽക. ഇങ്ങനെ പാടിക്കൊണ്ടേ പോയി. മുമ്പിലിരിക്കുന്ന ആളിങ്ങനെ എഴുതി 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 അവസാനം ആനന്ദ അനുഭൂതി ലഹരിയിൽ സമാധിസ്ഥിതനായിട്ട് ഇരുന്നു. കണ്ണടച്ചിരുന്നു. കണ്ണ് തുറന്നു നോക്കിയാൽ വന്ന ആളെ കാണില്ല. അടുത്ത ദിവസം ഈ വൃദ്ധ ബ്രാഹ്മണൻ ചിദംബരത്തിലെ ദീക്ഷിതന്മാർ 3000 ദീക്ഷിതന്മാരെയും വിളിച്ചും കൊണ്ട് മാണിക്യവാചകർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. വന്ന് എന്താ കാര്യമെന്ന് വെച്ചാൽ, ഈ എഴുതിയ ഗ്രന്ഥം നടരാജാവിൻ്റെ പഞ്ചാക്ഷരപ്പടിയിൽ മുകളിൽ വെച്ചിരിക്കുന്നു. ഇവർക്ക് നടവാതിൽ തുറന്ന് അകത്ത് ചെല്ലുമ്പോൾ ഇതാണ് ദൃശ്യം. അതിൽ തിരുച്ചിറ്റമ്പലം എന്ന് മുദ്ര, സിഗ്നേച്ചർ ഉണ്ട്. അപ്പോൾ ദീക്ഷിതന്മാർക്ക് ഹൃദയത്തിൽ സ്ഫൂർത്തി, ഇത് എഴുതിയ ആൾ എവിടെയോ ഉണ്ട്. ആരാ എഴുതിയത്? പരമേശ്വരൻ തന്നെ ഇവിടെ കൊണ്ടുവച്ചിരിക്കും. അന്വേഷിച്ചപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാൻ വരൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെന്നു. ചെന്നപ്പോൾ ഇതിന് അർത്ഥം പറയണമെന്ന് പറഞ്ഞു മാണിക്യവാചകരുടെ അടുത്ത്. അന്ന് തന്നെ വന്ന് ഇതിനർത്ഥം, ഇതർക്ക് ഉറൈ ഇവനെ. അപ്പം നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ, ഇതിന് അർത്ഥം ഇവനാണ്. തിരുവാചകത്തിന് അർത്ഥം പരമേശ്വരനാണ്. വേദത്തിന് അർത്ഥം പരമേശ്വരനാണ്. വേദോ നാരായണ സാക്ഷാത്, വേദയേവ സദാശിവ. പഠിച്ച അർത്ഥം വേറെ ഒന്നുമില്ല. അർത്ഥം എന്താ? ഈശ്വര ആത്മാനുഭൂതി, ഈശ്വരാനുഭൂതിയാണ് അതിനർത്ഥം. കലാഭ്യാം, ആ കലയുടെ പൂർണ്ണരൂപം എന്താന്ന് വെച്ചാൽ, വാക്ക് ഒരു കലയെന്നെടുത്താൽ ആ വാക്കിന് 4 പാദങ്ങളും വിദുഹു മനീഷിണ, ജ്ഞാനികൾക്കറിയുമെന്നാണ്. അതുകൊണ്ടാണ് ജ്ഞാനികളുടെ വാക്കിന് അത്രയും ബലം. ആ വാക്ക് ആത്മാനുഭൂതിയിൽ നല്ലവണ്ണം നനച്ചെടുത്തതാണത്. ആത്മാനുഭൂതിയിൽ കുതിർത്തെടുത്ത വാക്കുകൾ പുറമേക്ക് വൈഖരി ശബ്ദമായിട്ട് വരുമ്പോൾ, അത് നല്ല മൗനരസത്തോടുകൂടെ പുറത്തു വരുമ്പോൾ ആ വാക്കിൽ വാക്കും അർത്ഥവുമുണ്ട്. അത്
ഒന്നിച്ച് ചേർന്ന് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാളിദാസൻ ഈ ശ്ലോകം ചൊല്ലിയത്. വാഗർദ്ധാവിവ സംപൃക്തവും. ഇത് പിരിച്ചു നിർത്തരുത്, നിർത്താൻ ഒക്കില്ല. വാഗർദ്ധ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ആ പാർവതീ പരമേശ്വരന്മാർക്ക് നമസ്കാരം. വാക്കും അർത്ഥവും പോലെ ഇണചേർന്ന് നിൽക്കുന്ന ആ പാർവതീ പരമേശ്വരന്മാർക്ക് ശബ്ദവും അർത്ഥവും പോലെ ചേർന്ന് നിൽക്കുന്ന, ശബ്ദം അർത്ഥത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിത്ത് ചിത്തത്തോട് ചേർന്ന് നിൽക്കും, പിരിഞ്ഞു നിൽക്കില്ല. ചിത്തം ചിത്തോട് ചേർന്ന് നിൽക്കും, വാക്ക് അർത്ഥത്തോട് ചേർന്ന് നിൽക്കും. അപ്പോൾ പ്രപഞ്ചം ആത്മാവിനോട് ചേർന്ന് നിൽക്കും. അവിടെ രണ്ടില്ല, ശക്തി ശിവൻ എന്ന് രണ്ടില്ല, രണ്ടും ഒന്നായിട്ട് തീർന്നു. മനസ്സെന്ന് പറയണത് ഒന്നില്ല, മനസ്സ് പരമേശ്വര സ്വരൂപമായിട്ട് ശക്തിയുടെ സ്വരൂപമായിട്ട് തീർന്നു. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപസ്ത്വം ഭൂമി ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃഷേ. അപ്പോൾ കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം പാർവതീ പരമേശ്വരന്മാർ ചേർന്ന് കഴിയുമ്പോഴാണ് സർവകലാസ്വരൂപമായിട്ട് ഇരിക്കണത്. എല്ലാ കലകളും പൂർത്തിയാവണത് ഭഗവത് അനുഭവത്തിലാണ്. നാട്യശാസ്ത്രം, നൃത്തശാസ്ത്രം എടുത്തു കഴിയുമ്പോൾ അതും പറഞ്ഞു. ജഗ്രാഹ പാഠ്യം ഋഗ്വേദാത് സാമഭ്യോ ഗീതമേവച്ച യജുർവേദാത് അഭിനയാൻ രസാൻ അഥർവണാദപി. 4 വേദങ്ങളും അതിനകത്തുണ്ടെന്നാണ്. സംഗീതത്തിലും അതെ, ശില്പശാസ്ത്രത്തിലും അതെ. എല്ലാം ദൈവികമാണ്, ദൈവികമല്ലെങ്കിൽ ഒന്നുമല്ല. രാമാനുജൻ മാത്തമാറ്റീഷ്യൻ, അദ്ദേഹത്തിനെ കുറിച്ചൊരു ഈയിടെ ഒരു വായിക്കേണ്ടായി. അപ്പോൾ ഒരു മാത്തമാറ്റീഷ്യൻ അദ്ദേഹത്തിന് ദേവി ഹൃദയത്തിലെ അനുഭവത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് ആ കഥ പറയുന്നത്. അദ്ദേഹം ഒരു വാക്ക് പറയണം, ഓരോ ഇക്വേഷൻ. ഞാൻ ഈ മാത്സ് പറഞ്ഞ് കുഴപ്പമാക്കില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കും അതിനും വളരെ ദൂരമാണ്. സുബ്രഹ്മണ്യ ഭാരതിയാർ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ. കണക്കെഴുതുക കണക്ക് പിണക്ക് മാമണക്ക് എന്നാണ് ആദ്യം പറഞ്ഞത്. എന്തായാലും രാമാനുജൻ അദ്ദേഹം പറയണു, ഇഫ് ആൻ ഇക്വേഷൻ ഈസ് നോട്ട് റിമൈൻഡിങ് മീ ഗോഡ്, ഒരു കണക്ക്, ഒരു വിഷയം എനിക്ക് ഭഗവത് സ്മരണയ്ക്ക് കാരണമായിട്ടില്ലെങ്കിൽ, ഭഗവാൻ ഒരു സിമ്പൽ അല്ലെങ്കിൽ, ഇറ്റ് ഈസ് നത്തിങ്. അത് ഒന്നുമല്ല. നോക്കൂ, അപ്പോൾ നമ്മൾ ലൗകിക വിദ്യ എന്ന് പറഞ്ഞൊരു വിദ്യയേ ഇല്ല. സർവവിദ്യ ബ്രഹ്മവിദ്യ, സർവവിദ്യ പ്രതിഷ്ഠ. എല്ലാ വിദ്യകൾക്കും അധിഷ്ഠാന വിദ്യ ബ്രഹ്മവിദ്യയാണ്. എന്ത് വിദ്യ കൊണ്ടും അവസാനം നേടിയെടുക്കേണ്ടത്, സാധിച്ചെടുക്കേണ്ടത് ഭഗവത് അനുഭൂതിയാണെന്ന് ഇവിടെ നിന്നു. ഇപ്പോൾ നോക്കൂ, നമ്മളുടെ സർവവും ഒരു തരം ലെഫ്റ്റിസമാണ്. എല്ലാത്തിനെയും ഈശ്വരൻ നിന്ന് പിരിച്ചു നിർത്താം. ഈ ത്യാഗരാജസ്വാമികളും ദീക്ഷിതരും ശ്യാമാശാസ്ത്രിയും ഒക്കെ വേദത്രയി പോലെ കൊണ്ടുവന്ന സംഗീതശാസ്ത്രത്തിനെ പോലും ഭഗവാനിൽ നിന്ന് പിരിച്ചു നിർത്താമെങ്കിൽ, വേദാന്തവും സംസ്കൃതവും മുതലായ ശാസ്ത്രങ്ങളെ പോലും ഭഗവാനിൽ നിന്ന് പിരിച്ചു നിർത്തി തനിയെ ഒരു ആസ് എ ഫിലോസഫി ശാസ്ത്രം എന്ന് ചിന്തിച്ചാൽ പോയി ഒന്നും അർത്ഥമേ ഇല്ല. അതിന് ഹൃദയമില്ല, ഭാവമില്ല. ലൗകിക വിദ്യയെ പോലും അതൊന്ന് പിരിച്ചെടുക്കാൻ ഒക്കില്ല. എല്ലാം കൂടെ ചേർന്നിട്ട് ഈ വിശ്വത്തിൽ കാണുന്ന സർവകലകൾക്ക് പുറകിലും കലയൊക്കെ ശക്തിയുടെ പ്രഭാവമാണ്. അതിനു പുറകിൽ പരമേശ്വരൻ വന്ന് നിൽക്കണം. ആ ശിവസാന്നിധ്യം വേണം. ആ ശിവസാന്നിധ്യം പുറകിൽ വരുമ്പോൾ, അനുഭൂതി, മൗനം ഹൃദയത്തിൽ വരുമ്പോൾ ആ കല നിൽക്കും. അല്ലെങ്കിൽ എന്താ പറയുമ്പോൾ ത്യാഗരാജസ്വാമികൾ ആ കീർത്തനങ്ങളിൽ എങ്ങനെ ജീവൻ വന്നു. ഇപ്പോൾ പല ആളുകളും എഴുതുന്നുണ്ട് കീർത്തനങ്ങൾ. പക്ഷേ അത് നിൽക്കുമോ? നിൽക്കണമെങ്കിൽ നിൽക്കാം. തപസ് ഉണ്ടെങ്കിൽ നിൽക്കും, ഭഗവത് ആരാധന ഉണ്ടെങ്കിൽ നിൽക്കും. ത്യാഗരാജസ്വാമികൾ സംഗീത വിദ്വാനാവാൻ വേണ്ടിയിട്ട് പഠിച്ചതല്ല.
രാമനെ അനുഭവിക്കാൻ ഒരു ഉപായം സംഗീതം. സ്വരരാഗ സുധാ രസയുത ഭക്തി. സംഗീതമല്ല, ആർട്ടല്ല, അത് കലയല്ല. സ്വരരാഗ സുധാ രസയുത ഭക്തി. ഇപ്പൊ ഭക്തിയാണ്. അതിൽ സ്വരം, രാഗം, രസം, കല എല്ലാം ചേർന്നു ഭക്തി. അതുപോലെ സർവശാസ്ത്രത്തിൻ്റെയും പർപ്പസ് അതാണ്. ലൗകിക വിദ്യ എന്ന് പറഞ്ഞൊരു വിദ്യയെ ഇവിടെ ഇല്ല. എല്ലാ വിദ്യകൾക്കും മൂലം ആ പരമേശ്വരനാണ്, ആ ഭഗവത് അനുഭവമാണ്. ഭഗവാനെ അനുഭവിക്കുക, സാക്ഷാത്തായ ആനന്ദലഹരി ഹൃദയത്തിൽ അനുഭവിക്കുക. അത് ഭഗവാൻ അർപ്പിക്കപ്പെടുമ്പോഴാണ് ആ വിദ്യ സഫലാവണത്. അങ്ങനെ ആവുമ്പോൾ പാർവതി ഇവിടെ, ശക്തി ഇവിടെ കാണുന്നുണ്ട്. ആ ശിവനെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കണം. ശിവൻ ഇല്ലെങ്കിലോ മഹാസംഹാരമാണ് ഇവിടെ. അത്രയേ ഉള്ളൂ. സംസാരം എന്ന് നമ്മൾ പറയണമല്ലോ അല്ലേ. ശക്തിയിൽ ആ ശിവനെ അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, മാറ്റി വെച്ച് കഴിയുമ്പോൾ ശക്തി മാത്രമാണെങ്കിൽ എന്താ, അതാണ് നമ്മൾ പറയുന്നത് മാറ്റർ വേൾഡ്. അതിൻ്റെ ഉഗ്രഭാവങ്ങൾ, ലൗകിക ഭാവങ്ങൾ ഒക്കെ കാണും. ലബ്ധാഹങ്കാര ദുർഗമായൈ നമഃ. ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമം. എന്താ നാമത്തിന് അർത്ഥം എന്ന് വെച്ചാൽ, ഈ അഹങ്കാരം എന്ന് പറയണ ഒന്ന് തന്നു അവൾ. എന്ത് ചെയ്താൽ അത് പോണില്ല. എന്ത് ചെയ്താലും ഞാൻ അതിൽ വലിയ ആളാണെന്ന് തോന്നുന്നു. എങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ അഹങ്കാരം പോണില്ല. എന്തേ പോവാത്തതെന്ന് വെച്ചാൽ, ലബ്ധാഹങ്കാര ദുർഗമായൈ നമഃ. ഈ അഹങ്കാരം തന്ന് നമ്മളെ സംസാര തരണം ചെയ്യാൻ ഒക്കാത്ത വിധത്തിൽ പിടിച്ച് കുടുക്കിയിരിക്കുന്ന ആ അംബികയ്ക്ക് നമസ്കാരം. അതും അവളുടെ ഒരു പ്രവൃത്തി യാത്രയാണ്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വിഷമിക്കുകയാണ്. അഹങ്കാരം കൊണ്ട് വിഷമിക്കുക, അതിന് വേണ്ട ഏർപ്പാടാക്കി അഹങ്കാരം തന്ന് അതുകൊണ്ട് കുറേ വിഷമിപ്പിക്കുക എന്നുള്ളതും അവൾ ചെയ്യുന്ന ഒരു പണിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എവിടെ നിന്ന് എങ്ങനെ രക്ഷ വരും? നിരഹങ്കാരിണ്യൈ നമഃ. അഹങ്കാരം നീക്കുന്നതും അവളാണ്. അവൾ ജ്ഞാനസ്വരൂപമായി, ശിവസ്വരൂപമായി വരുമ്പോൾ, ശിവം എന്ന് വെച്ചാൽ ജ്ഞാനം, അത് പ്രകാശിക്കുമ്പോൾ ഈ ദോഷമൊക്കെ അങ്ങനെ നിവൃത്തമായി ശാന്തമായി. ശിവം ശാന്തം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ. അപ്പം ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ, ശക്തിയും ശിവനും കൂടെ ചേരുമ്പോൾ ജീവിതം പൂർണ്ണമായി. കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം. പാർവതിക്കും ചന്ദ്രകലയുണ്ട്, പരമേശ്വരനും ചന്ദ്രകലയുണ്ട്. അതുകൊണ്ട് അർദ്ധനാരീശ്വരനായിട്ട് എടുത്തു നോക്കൂ. ഈ ചന്ദ്രകല ഇപ്പം ആർക്കാ? ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം. ദേവിയുടെ തപസ്സിൻ്റെ ഫലം ശിവൻ, ശിവന്റെ തപസ്സിൻ്റെ ഫലം ദേവി. ദേവി അപർണയായിട്ട് തപസ് ചെയ്തു. ഭഗവത് സാക്ഷാത്കാരത്തിന് എങ്ങനെ തപസ് ചെയ്യണം എന്ന് ജഗന്മാത അങ്ങനെ കാണിച്ചു തന്നു. അപർണ എന്ന് വെച്ചാൽ ഇല പോലും കഴിക്കാതെ എന്നാണ്. കുറച്ച് കാലത്തേക്ക് ഉണങ്ങി വീഴുന്ന ഇല കഴിച്ചു അത്ര, പിന്നെ അതും അങ്ങോട്ട് നിർത്തിയപ്പോൾ അപർണ. അംബികയ്ക്ക് അപ്പോൾ പേര് അപർണ എന്നായി. അപർണയായിട്ട് തപസ് ചെയ്തു. ദേവിയുടെ ആ തപസ്സിൻ്റെ ഫലമായിട്ട് ഈശ്വരൻ ഗംഗാതീരത്തിൽ തപോനിഷ്ഠയിൽ വന്നിരുന്നു. ഇതൊക്കെ കുമാരസംഭവത്തിൽ കാളിദാസൻ പറയണു. ഇപ്പം നമ്മൾ ബദ്രിയിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഈ ഗംഗ ഇങ്ങനെ കണ്ടുപോയ, ഓരോ സ്ഥലത്തും ഗംഗയ്ക്ക് ഓരോ പേരാണ്. ഒരു സ്ഥലത്ത് ഗംഗയ്ക്ക് പേര് വിരഹി ഗംഗ എന്നാണ് പേര്. ആ വിരഹി ഗംഗ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ വിരഹി ഗംഗ, ആ പേരിന് എന്താ അർത്ഥം എന്ന് വെച്ചാൽ, പരമേശ്വരൻ അവിടെ സതീവിരഹത്തിൽ, സതിയെ പിരിഞ്ഞ്, സതി ദക്ഷയാഗം കഴിഞ്ഞ് ദഹിച്ചു പോയി കഴിയുമ്പോൾ അവിടെ തൻ്റെ മുമ്പിൽ അഗ്നിയെ ആധാനം ചെയ്ത് സമാധിസ്ഥനായിട്ട് ഇരിക്കാം. തത്രാഗ്നിമാധായ സമിത് സമിദ്ധേ സ്വമേവ മൂർത്യന്തരമഷ്ടമൂർത്തി
സ്വയം വിധാത തപസഃ ഫലാനാം കേനാപി കാമേന തപശ്ചചാര. എന്തോ കാമനയോടുകൂടെ തപസ് ചെയ്യുന്നു ഈശ്വരൻ. ആ സമയത്താണ് ദേവിയുടെ തപസ്സും പരമേശ്വരൻ്റെ തപസ്സും. തപസ് എന്ന് വെച്ചാൽ എന്താ? ജ്ഞാനമാണ് തപസ്. അവരുടെ സാന്നിധ്യമാത്ര സ്ഥിതിയാണ് തപസ്. പരസ്പര തപസ്സമ്പത് ഫലായിത പരസ്പരവും. രണ്ടുപേരുടെയും തപസ്സിൻ്റെ ഫലമാണ് രണ്ടുപേരും. ജീവൻ യത്നിച്ചാൽ ഭഗവാനെ കിട്ടുമോ, ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാനെ കിട്ടുമോ? ഇതെല്ലാവരും ചോദിക്കുന്നതാണ്. ജീവൻ യത്നിക്കുന്നത് ഭഗവത് കൃപയാണ്. ഭഗവത് കൃപയുടെ സ്വരൂപം നമ്മളിലുണ്ടാവുന്ന യത്നമാണ്. ഇത് രണ്ടില്ലാതെ പറ്റില്ല. ഭഗവാന്റെ കൃപ കിട്ടി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അപ്പം ഇരുന്ന് ധാരാളം ജപിക്കാൻ സാധിക്കും, ധ്യാനിക്കാൻ സാധിക്കും, ശാസ്ത്രവിചാരം ചെയ്യാൻ സാധിക്കും, സത്സംഗത്തിലിരിക്കാൻ സാധിക്കും, ആഹാര നിയമം സാധിക്കും. ഒരു ഏകാദശി ഒന്നും പറ്റണില്ല നമുക്ക്, അല്ലേ? ഏകാദശിയായ ഗോതമ്പ് കഴിക്കാവോ? എത്ര വാഴപ്പഴം കഴിക്കാം? എത്ര ചപ്പാത്തി കഴിക്കാം എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഇരിക്കണത്. ഇത്തിരി ചോറ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ? ഇഡ്ഡലി കഴിക്കാവോ? എല്ലാം കഴിച്ചിട്ട് ഏകാദശി. അത്രേ നമുക്ക് ബലമുള്ളൂ. എന്തേ ബലം വരാത്തത്? ഈശ്വര കൃപയ്ക്ക് പാത്രമായിട്ടില്ല എന്നർത്ഥം. ഏകാദശിയുടെ കാര്യം മാത്രം ഞാൻ പറയല്ല. എന്ത് സാധനയും, ശാസ്ത്രവിചാരം, ഭഗവത്യ, ഒരു സത്സംഗ ശ്രവണം നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല. വന്നിരുന്നാൽ ഉറങ്ങിപ്പോകും. ശ്രവണം സാധിക്കില്ല. ശ്രവണം സാധിക്കുന്നത് പോലും ഭഗവത് കൃപയാണ്. അപ്പോൾ ഭഗവത് കൃപ, ശിവം എന്ന് വെച്ചാൽ ആ കൃപയാണ്. ശക്തി എന്ന് വെച്ചാൽ നമ്മളുടെ എഫേർട്ടാണ്, സാധന. ജപം ചെയ്യുന്നു, ധ്യാനിക്കുന്നു, ശാസ്ത്രവിചാരം ചെയ്യുന്നു, ആത്മവിചാരം ചെയ്യുന്നു, അന്തർമുഖമാവുന്നു ചിത്തം, മഹാപുരുഷ സമ്പർക്കം ഉണ്ടാവുന്നു. ഒരു സദ്ഗ്രന്ഥം കയ്യിൽ കിട്ടാൻ തുറന്ന് നോക്കാൻ തോന്നും. ഒരു പുസ്തകത്തിന് വേണ്ടി ഞാൻ അന്വേഷിച്ച് നടന്നു, ഒരുപാട് അന്വേഷിച്ച് നടന്നു. അവസാനം ഒരാൾ ഒരു ദിവസം കൊണ്ടുവരും. ഇത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ വാങ്ങിച്ചു വെച്ച പുസ്തകമാണ്, ഇത് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുക, നിങ്ങൾക്ക് തരണം. ആ പുസ്തകം തുറന്നിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ അച്ഛനും കേമാണ്. വാങ്ങിച്ച് 2 പുഷ്പിട്ട് വെച്ചിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ ഈ കടലാസ് പൊട്ടിച്ചിട്ടില്ല. എന്തേ? യാവന്ന അനുഗ്രഹ സാക്ഷാത് ജായതേ പരമേശ്വരാത് താവന്ന സദ്ഗുരും കശ്ചിത് സത്ശാസ്ത്രം വാപി നോ ലഭേത്. ആ പരമേശ്വരൻ്റെ അനുഗ്രഹം വരണമെങ്കിൽ ഒരു ശാസ്ത്രം തുറന്നു നോക്കാൻ ഒക്കില്ല. ഒരു മഹാപുരുഷ സമ്പർക്കം കിട്ടിയാലും പ്രയോജനപ്പെടില്ല. വിളക്കിൻ്റെ നേരെ ചുവട്ടിൽ ഇരുട്ടായിരിക്കും, ദൂരത്ത് വെളിച്ചം വരും. കണ്ടിട്ടുണ്ടോ? വിളക്ക് കൊളുത്തി വെച്ചാൽ ചുവട്ടിൽ നോക്കി ഇരുട്ടുണ്ടാവും. ആ വെളിച്ചം അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് അങ്ങോട്ട് വരും. അപ്പോൾ ഭഗവത് അനുഗ്രഹത്തിന് പാത്രമായിട്ടില്ലെങ്കിൽ തപസ്സും ഉണ്ടാവില്ല. നിജ തപഫലാഭ്യാം. തപസ്സിൻ്റെ ഫലം എന്താണ്? ഭഗവത് അനുഭൂതി. തപസ് ഫലിക്കണത് തപഃ എന്നുള്ള ശബ്ദത്തിന് തന്നെ ഭഗവാൻ എന്നർത്ഥം. തപോ ബ്രഹ്മേതി. ശ്രുതി ഏറ്റവും വലിയ വ്യാഖ്യാനം കൊടുത്തു. തപസ് ബ്രഹ്മമാണെന്ന് പറഞ്ഞു. തപസ്സിൻ്റെ ഫലം ബ്രഹ്മം എന്നല്ല, തപസ് തന്നെ ബ്രഹ്മമാണെന്ന് പറഞ്ഞു. അപ്പോൾ നിജതപഫലാഭ്യാം. നിജതപഃ എന്ന് പറഞ്ഞാൽ ആത്മവിചാരം എന്നർത്ഥം. നിജശബ്ദത്തിന് ആത്മാവ് എന്നർത്ഥം, സ്വരൂപജ്ഞാനം എന്നർത്ഥം. ആ ജ്ഞാനമാകുന്ന തപസ്സിൻ്റെ ഫലമായിട്ട് ഹൃദയത്തിൽ സർവകലാസ്വരൂപമായി ഭഗവാൻ അവതരിക്കണം. എന്നുവെച്ചാൽ ശുദ്ധ ചിത്കല, ആനന്ദകലിക, പ്രേമരൂപ, പ്രിയങ്കരി, നാമപാരായണ പ്രീത, നന്ദിവിദ്യ, നടേശ്വരി. ലളിതാ സഹസ്രനാമത്തിൽ വരി വരിയായിട്ട് നാമം. അവൾ നാമപാരായണ പ്രീത. റിവേഴ്സ് നാമപാരായണം. നാമപാരായണം എന്ന് വെച്ചാൽ നാമത്തിനെ അനുഭവിച്ച് ജപം ചെയ്ത് കഴിയുമ്പോൾ ആനന്ദകലിക, പ്രേമരൂപ. ആദ്യം പ്രേമം,
ഉള്ളിലൊരു ഭക്തി വരുന്നു, ഒരു പ്രിയം വരുന്നു. അടുത്ത കലയാണ് ആനന്ദകലിക. എന്നുവെച്ചാൽ ഉള്ളിൽ ആനന്ദം എന്നുള്ളൊരു കല ആവിർഭവിക്കണം. അതൊരു കലയാണ്. ഏറ്റവും വലിയ കല ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രതിഭയാവുന്നു, അതൊന്നുമല്ല. തൃപ്തി, സന്തോഷം, നല്ല തൃപ്തി. മഹാസംഗീത വിദ്വാൻമാരും ഒക്കെ സന്തോഷം, തൃപ്തിയില്ലാത്ത ആളുകൾ കുറേ കാണാം നമുക്ക്. ചില ഭഗവാൻ ആരും അർപ്പണം ചെയ്തോ സന്തോഷമായിട്ട്. ഇവിടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുണ്ടല്ലോ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നുണ്ട്. പാടാൻ കഴിയാതെ ആയ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് ഏകാദശി ദിവസം ഉറക്കെ നിലവിളിച്ചു അത്രേ. ഭഗവാൻ, ഗുരുവായൂരപ്പ, എനിക്കിപ്പോൾ പാടാൻ കഴിയാതായി, ഞാൻ പാടിയിട്ട് ഇഷ്ടാവാതായില്ലേ ചോദിച്ചു. ഞാൻ പാടിയിട്ട് ഇഷ്ടാവാതായോ? അപ്പോൾ പുറകെ വന്ന് ആരോ തട്ടി വിളിച്ചു. നോക്കുമ്പോൾ ഒരു പ്രസിദ്ധ വൈദ്യൻ വിളിച്ചുകൊണ്ട് പോയി. 1.5 വർഷമായിട്ട് ചികിത്സിച്ചിട്ട് ഭേദമാകാത്തത്. വൈകുന്നേരം എന്തോ മരുന്ന് കൊടുത്തു, രാവിലെ ഒരു പ്രാവശ്യം കൊടുത്തു, വൈകുന്നേരം ആകുമ്പോഴേക്കും പാടി അടുത്ത ദിവസം. ഇത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, റെക്കോർഡുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ കിട്ടിയത് മുഴുവൻ അങ്ങോട്ട് ഗുരുവായൂരപ്പനെ അർപ്പിക്കലായിരുന്നു, ഒക്കെ അങ്ങോട്ട് കൊടുക്കാന്ന്. അങ്ങനെ ആ ഫലത്യാഗം ഉണ്ടല്ലോ, അതൊരു തപസ്സാണ്. ആ ഫലത്യാഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി? അദ്ദേഹം എപ്പോഴും ആനന്ദമായിരുന്നു, സന്തോഷമായിരുന്നു, തൃപ്തി, സന്തോഷം. അതാണ് അതിനെ കല, ആനന്ദകലിക. ആ ദേവിയുടെ അനുഗ്രഹം, ദേവിയുടെ ആവിർഭാവം ഹൃദയത്തിൽ ആനന്ദകലയാണ്. ചിത് കല, ആനന്ദകലിക. അടുത്ത സ്റ്റെപ്പ് ചിത് കല, ശുദ്ധ ചിത്താവുന്ന കല. ജ്ഞാനികളിൽ മാത്രം കാണപ്പെടുന്ന ദേവിയുടെ ആവിർഭാവ രൂപമായ ഒരു കലയാണ് ഈ ചിത് കല. എന്നുവെച്ചാൽ പ്യുവർ കോൺഷ്യസ്നെസ്, വേറൊന്നുമില്ല. ആ ഞാൻ എന്ന് പറയുന്ന മുദ്ര, അഹം എന്നുള്ള മുദ്ര, അത് ശരീരം, മനസ്സ്, ബുദ്ധി മുതലായിട്ടുള്ള യാതൊരു പ്രതിബന്ധങ്ങളും കൂടാതെ, കളങ്കവും കൂടാതെ ആ ചിത്കലയായിട്ട്, ചിദംശമായിട്ട്, അത് ചിതിഹി തത്പദലക്ഷ്യാർത്ഥ ചിദേകരസരൂപിണി. ഒരു ചിദേകരസം എന്ന് വെച്ചാൽ ആ ശാന്തിയുടെ രസം പേറിക്കൊണ്ട്, സമാധിയുടെ രസം പേറിക്കൊണ്ട് ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ അത് ശക്തി ശിവനെ സ്പർശിച്ചിട്ടുള്ള ആനന്ദമാണ്. ശക്തി ശിവനെ ശിവാലിംഗിതം ശിവനെ ആലിംഗനം ചെയ്തതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹൃദയത്തിൽ ഏർപ്പെടുന്ന ആനന്ദമാണ് ഈ നിജതപഫലാഭ്യാം. തമിഴിൽ நம்ம நிஜ சப்தத்துக்கு உண்மைங்கிற அர்த்தத்தில் சொல்லுவோம் இல்லையா, நிஜமாக சொல்லுவோம். നിജശബ്ദം വാസ്തവത്തിൽ സംസ്കൃത ശബ്ദം, സംസ്കൃതത്തിൽ നിജശബ്ദത്തിന് ആത്മ എന്നർത്ഥം, സ്വരൂപം എന്നർത്ഥം, വാസ്തവമായ വസ്തു എന്നർത്ഥം. അത് നിജതപഹ എന്ന് വെച്ചാൽ ആത്മവിചാരം, ആത്മനിഷ്ഠ, ആത്മാനുഭൂതി എന്നർത്ഥം. അതിൻ്റെ ഫലമായിട്ട് പ്രകാശിക്കുന്ന പാർവതീ പരമേശ്വര അനുഭവം, ശിവശക്തി അനുഭവം. ശിവാഭ്യാം പരസ്പരാശ്ലിഷ്ട വപുർധരാഭ്യാം അല്ലേ, നമശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വപുർധരാഭ്യാം. അപ്പോൾ പാർവതീ പരമേശ്വരന്മാർ ആലിംഗനബദ്ധരായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ചിത്തിനെ ആലിംഗനം ചെയ്ത് അഭേദഭാവത്തോടെ സമാധി ആനന്ദകലികയായിട്ടിരിക്കുന്നു. ആ ആനന്ദകലികയാണ് ഇവിടെ നിജതപഫലാഭ്യാം. അതെവിടെ കാണും? ആ ശിവാനന്ദ ലഹരി എവിടെ കാണും? ഭക്തേഷു പ്രകടിത ഫലാഭ്യാം. ഉത്തമ ഭക്തന്മാരിൽ എന്ന് വെച്ചാൽ സ്പിരിച്വലി ഇവോൾവ് സോൾസ്, ആനന്ദ യോഗികളിൽ, സംയമികളിൽ. അവരെ കണ്ടിട്ട് എങ്ങനെ മനസ്സിലായി? ഈ ആനന്ദകല, ചിത് കല, ആനന്ദകല ജ്ഞാനികളിൽ കാണും. സാധാരണ എല്ലാവരിലും ഒരു കല കാണും, സത്കല കാണും, സന്മയമായ കല, സന്മാത്രസ്ഥിതി എന്ന് വെച്ചാൽ ഞാൻ ഉണ്ട് എന്ന് അറിയുന്നുണ്ട്, ഞാൻ എന്നുള്ള അനുഭവമുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്താൽ എല്ലാവർക്കും ഞാനുണ്ട് എന്ന് അറിയുന്നുണ്ട്. അതിൽ മാത്രം സംശയം വരില്ല. അടുത്തിരിക്കുന്ന ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷെ അവനവനുണ്ട് എന്ന് അറിയുന്നുണ്ട്. ശരീരമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല.
ശരീരത്തിൽ ചിലപ്പോൾ പല പാർട്ടുകളും ആസ്പത്രിയിൽ പോയിട്ട് വരുമ്പോൾ മോഷണം കൊണ്ടുപോകും, അറിയണില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, 5-6 വർഷം കഴിഞ്ഞ് വീണ്ടും ആസ്പത്രിയിൽ വേറെ ഒരു കാര്യത്തിന് പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഒരു കിഡ്നി പണ്ട് മോഷണം പോയിരിക്കണമെന്ന് അറിയണത്. രാമായണ നവാഹത്തിനിടയിൽ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞ കഥയാത്. അപ്പോൾ ശരീരത്തിലെ അംഗങ്ങൾ പോലും ഉണ്ടോ ഇല്ലയോ എന്ന് സ്വതന്ത്രമായിട്ട് അറിയില്ല. അറിയണത് ഈ സത്കലയാണ്. നിലനിൽപ്പ്, അസ്തിത്വമാത്രമായ ഞാനുണ്ട് എന്നൊരു അനുഭവം. പക്ഷേ ആനന്ദം വന്നില്ല. അതുകൊണ്ടാണ് തൃപ്തി വരാത്ത. ആനന്ദം വന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് ചിത്കല വരുമ്പോൾ അത് സാക്ഷാത്കാരമായി, ആനന്ദകല വരുമ്പോൾ അതിൽ തൃപ്തി ഉണ്ടായി, അതിൽ സന്തോഷം ഉണ്ടായി. അതിൽ ആ ശാന്തിയും ശാന്തിയുടെ പൂർണ്ണ സമ്പുഷ്കലമായിട്ടുള്ള ആ അനുഭവവും വന്നു കഴിയുമ്പോൾ ആ തൃപ്തിയായി. ആ തൃപ്തി വന്നു, സന്തോഷം വന്നു, ആനന്ദം വന്നു. അപ്പോൾ ഭക്തേഷു പ്രകടിത ഫലാഭ്യാം, നല്ല യോഗികളിൽ, പരമഭക്തന്മാരിൽ, അനുഭൂതിന്മാരിൽ ഈശ്വരനെ കാണാം. രാമകൃഷ്ണ പരമഹംസർ പറയും, ഭഗവാന്റെ വിസിറ്റിംഗ് പ്ലേസാണ് ഒരു ഭക്തൻ്റെ ഹൃദയം എന്നാണ്. ഇപ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ, അല്ല, ഒരു വലിയ ആളെ കാണണമെങ്കിൽ അയാളെ നമ്മൾ ആ വീട്ടിൽ കയറി ചെന്നാൽ അവർ പറയാം, ആ മുമ്പിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരിക്കാൻ പറയും. എന്ത് റൂമാണ് അതിന് പറയുക? ഡ്രോയിങ് റൂം, വിസിറ്റേഴ്സ് റൂം. അവിടെ ഇരിക്കും, അദ്ദേഹം വരും. ഇത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ദൃഷ്ടാന്താണ്. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ്റെ പറയണതാണ്, ഭക്തൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ കാണും. ആ അനുഭൂതി രൂപത്തിൽ കാണും, സമാധി രൂപത്തിൽ കാണും. ആ സമാധി അനുഭവം പുഷ്പം വിരിയുന്ന പോലെ വിരിഞ്ഞു വരുന്ന യോഗികളിൽ അത് പുഷ്കലമായിട്ട് കാണുമ്പോൾ അതാണ് ശിവദർശനം. അതാണ് ശിവഭക്തി, കൃഷ്ണഭക്തി, ശാക്തം. ഇതൊക്കെ ഉപാസനാ മണ്ഡലത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് അതിൻ്റെ ഭാവത്തിൽ. അതൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും, നല്ല യോഗികൾക്ക് മനസ്സിലാവും ഇവൻ ശിവഭക്തനാണോ, ഇവൻ കൃഷ്ണഭക്തനാണോ, ഇവൻ ദേവീഭക്തൻ. ഒരു പൂർണ്ണ ജീവൻ മുക്തനെ കണ്ടാൽ അത് പിടികിട്ടില്ല. അതാണ് ശങ്കരാചാര്യരെ കുറിച്ച് പറയുമ്പോൾ പറയാം, അന്തഃശാക്തോ ബഹിശൈവ വ്യവഹാരേതു വൈഷ്ണവ. ഉള്ളിൽ ശാക്തനും ശൈവനും വൈഷ്ണവനും ഒക്കെ ജീവൻ മുക്താനന്ദ ലഹരി എല്ലാമുമായിട്ട് തീരും. ലൗകികനെ പോലെ ഉണ്ടാവും, പരമാർത്ഥവിധ എല്ലാ വിധത്തിലും ഉണ്ടാവുന്നതാണ്. വ്യത്യാസം കണ്ടുപിടിക്കാൻ ഒക്കില്ല എന്നാണ്. അപ്പോൾ ഭക്തേഷു പ്രകടിത ഫലാഭ്യാം, പരമഭക്തന്മാരിൽ ആ അനുഭൂതി രസം കാണും. വിറകിനിൽ തീയിനം பாலில் படு நை போல் மறைந்து நின்றுளான் மாமணி ஜோதியான் உறவுகோல் நட்டு உணர்வு கையிற்றால் ஈர்த்து முருக வாங்கி கடைய முன்னிக்குமே. திருநாவுக்கரசர் தேவாரம். തിരുനാവുക്കരശർ ദേവാരത്തിൽ ദേവാരം എന്നാണ് വാക്ക്. ഞാൻ വിചാരിച്ചു നമ്മൾ തേവാരം പറഞ്ഞതുകൊണ്ട് തമിഴിലും എല്ലാവരും തേവാരം എന്ന് പറയും, തേവാരമാണെന്ന് വിചാരിച്ചു ഉച്ചാരണം. പിന്നെയാണെന്ന് അറിഞ്ഞു തേവാരമല്ല, ദേവാരാണ്. എന്താണെന്ന് വെച്ചാൽ ദേവഹാരം, ദേവന് അർപ്പിക്കപ്പെടുന്ന ഹാരമാണത്. അപ്പം അത് ദേവാരം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവാരമാണത്, തേവാരമല്ല. നമ്മൾ കുളിയും ദേവാരവും എന്ന് പറഞ്ഞ് അത് അർത്ഥം മാറ്റി അതിനെ അനുഷ്ഠാനമാക്കി മാറ്റി ഇല്ലേ. ചിലതൊക്കെ തമിഴിലുള്ളത് മലയാളത്തിൽ പ്രയോഗിക്കേണ്ട അർത്ഥം വേറെയാണ്. അപ്പോൾ തേവാരം എന്ന് പറയും, തേവര് എന്നും പറയും, തേവരവും. അപ്പോൾ ദേവഹാരം ആണ്, ദേവന് അർപ്പിക്കപ്പെടുന്ന ഹാരം. എങ്ങനെയുള്ള ഹാരം? വാക്കുകൾ കൊണ്ടുള്ള ഹാരം, ഭഗവത് സ്തുതി രൂപത്തിലുള്ള ഹാരം. അപ്പോൾ തിരുനാവുക്കരശർ ദേവാരാണ് ഇപ്പോൾ പാടിയത്. ഉപനിഷത്ത് മന്ത്രമാണ്.
തിലേഷു തൈലം ദധിനീവ സർപ്പി എന്നൊക്കെ ശ്വേതാശ്വതര ഉപനിഷത്ത് പറയുന്ന മന്ത്രത്തിനെ അങ്ങനെ പരമേശ്വരൻ അങ്ങനെ സ്തുതിയായിട്ട് പാടിയിരിക്കുന്നു തിരുനാവുക്കരസൻ. അദ്ദേഹത്തിൻ്റെ ഈ പാട്ടിൽ വിറകിനിൽ തീയിനം, ശിവനെ എങ്ങനെ കണ്ടെത്താം? വിറക് കണ്ട തീ കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റണം. തീ എങ്ങനെ കാണും? വിറകിൽ കത്തി എരിയുമ്പോൾ അത് ജ്വലിച്ചും കൊണ്ടിരിക്കുമ്പോൾ തീ കാണാൻ വിഷമില്ല. പക്ഷേ തീ ഇല്ലാത്തപ്പോഴും വിറകിൽ തീ ഉണ്ട്. വിറകെന്ന് പറഞ്ഞാൽ അരണിക്കോലെന്നാണ് അർത്ഥം. ആ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അരണിക്കോല് കൂട്ടി തേച്ച് കഴിയുമ്പോൾ, അത് കടഞ്ഞു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് തീ വരും. അരണിക്കോല് കടഞ്ഞു കഴിയുമ്പോൾ തീ വരും. അതുപോലെ സത്സംഗത്തിൽ നല്ല അനുഭൂതിനിഷ്ഠന്മാരുമായിട്ട് അങ്ങനെ സംവാദം ചെയ്ത് സത്സംഗ രസം ഉണ്ടായി കഴിയുമ്പോൾ ആ അനുഭൂതിയുടെ തീപ്പൊരികൾ ഇളകി പുറപ്പെടും. അതിൽ ആ അനുഭൂതിയുടെ ആ രസത്തിൽ ആ അഗ്നി ഉണരുമ്പോൾ അപ്പോൾ ശിവാനുഭവം. വിറകിനിൽ തീയിനം, വിറക് പോലെയാണ് ഇപ്പം നമ്മൾ, പക്ഷെ തീ ഉണ്ട്, അറിഞ്ഞില്ല. വിറക് തന്നെയാണ് തീ. ആ വിറക് തന്നെ തീയായിട്ട് മാറും. വിറകിനിൽ തീയിനം പാലിൽ നെയ്യ് പോൽ. പാലിൽ നെയ്യുണ്ട്, പക്ഷെ പാലെടുത്താൽ നെയ്യ് കിട്ടുമോ? ഇല്ല അല്ലേ? ചിത്തം പാല് പോലെയാണ്. പാലിൽ ഇത്തിരി ഒഴിച്ച് അത് തൈരായി അതിനെ തനിച്ചിരുത്തി കടഞ്ഞെടുത്ത്, അതാണ് പറഞ്ഞത് ഉറവ് കോൽ നട്ട്. ഒരു വലിയ സീക്രട്ട്. തനിയൊന്നും കടഞ്ഞാലൊന്നും കിട്ടില്ല എന്നാണ്. ആദ്യം ഒരു മത്തിനൊരു കോല് നാട്ടി കയറ് കെട്ടി പിടിച്ചു വാങ്ങി നല്ലവണ്ണം മുറുക വാങ്ങി നല്ലവണ്ണം അതൊന്ന് മുറുക്കി കെട്ടിയിട്ട്, മുറുക്കി കെട്ടാനും പാടില്ല, മുറുക്കി ഇട്ടിട്ട് വലിച്ചു വാങ്ങിക്കടയാന്ന് വെച്ചാൽ വിറകിൽ തീ പോലെ ആത്മാവ് നമ്മളുടെ ഉള്ളിലെ അനുഭൂതിയിൽ ഗുപ്തമായിട്ടിരിക്കുന്നു. ഭാഗവതത്തിൽ പറഞ്ഞു ഈശ്വരോ ഗൂഢബോധ. ഭാഗവതത്തിലുള്ള പ്രയോഗമാണ് ഈശ്വരോ ഗുപ്തബോധ. ഈശ്വരൻ ഗുപ്തബോധമായിട്ടിരിക്കണമെന്നാണ്. എന്നുവെച്ചാൽ ഗുപ്തം എന്ന് വെച്ചാൽ രഹസ്യം, ഹിഡൻ, മറഞ്ഞു കിടക്കണം. അതെങ്ങനെ വാങ്ങി കടഞ്ഞെടുക്കും എന്ന് വെച്ചാൽ വിറകിൽ തീ പോലെ കിടക്കണമെങ്കിൽ വിറക് തേച്ച് ആചാര്യാഖ്യ അധരസ്ഥാരണി സമനുമിളത് ശിഷ്യസംജ്ഞോത്തരാരണ്യാവേധോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാനേ. ആചാര്യൻ ഒരു അരണിക്കോല്, ശിഷ്യൻ ഒരു അരണിക്കോല് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് തേച്ച് കഴിയുമ്പോൾ ആ സത്സംഗം കൊണ്ട്, എന്ന് വെച്ചാൽ ചൈതന്യമാത്ര സ്ഥിതനാണ് ആചാര്യൻ. ആചാര്യൻ എന്ന് വെച്ചാൽ ഒരു പഠിച്ച ആളല്ല, സ്കൂൾ ടീച്ചറല്ല. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ആചാര്യൻ ശരീരമല്ല. ദേഹീവ ദൃശ്യത്തെ സൗ പരന്ത്വസൗ കേവലോ ഹി ആത്മാ. അവൻ ദേഹവാനെ പോലെ കാണുന്നുണ്ടെങ്കിലും അവൻ ആത്മാവാണ്. അവൻ ചൈതന്യമാണ്. അവൻ ചൈതന്യക്കട്ടയാണ്, ചിദ്രസവസ്തുവാണ്. അങ്ങനെയുള്ള ആചാര്യൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ചിത്തത്തിനെ കൊണ്ടുപോയി, ഇല്ല ഈ കമ്പിത്തിരി കത്തിച്ച് കഴിയുമ്പോൾ ദീപാവലിക്ക് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാൽ ചിലപ്പോൾ ഓണത്തിന് പിടിച്ചാൽ നവരാത്രിക്ക് കത്തുള്ളൂ. അങ്ങനെ നിൽക്കേണ്ടി വരും അല്ലേ? അത് ഒരാൾ കത്തിച്ച് കഴിയുമ്പോൾ അതിനകത്ത് കൊണ്ടുപോയി ഇങ്ങനെ വെച്ചാൽ പിടിച്ചോളും. ഒരാൾ കത്തിച്ച് കഴിഞ്ഞാൽ അതാണ് വേഗം. അത് കത്തിച്ച് കഴിഞ്ഞാൽ വേറെ ഒരാൾ വെച്ചോളണം, വേറെ ഒരാൾ വെച്ചോളണം, പിടിച്ചോളണം. ഇതാണ് അതിൻ്റെ പ്രക്രിയ. അതുപോലെ ഈ ചിത്കലയും ഒരു അനുഭൂതി ഉള്ള ഒരു ആളിൽ നിന്ന് വേറെ ഒരാളിലേക്ക് എങ്ങനെ പ്രസരിക്കുമോ അതുപോലെ സ്വയം കടഞ്ഞെടുക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഉറവുകോൽ നട്ട്. ഉറവുകോൽ എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ്. അവിടെ ഒരു ഭാവബന്ധം, ഭാസുര ഭാവബന്ധം. ആ ഭാവബന്ധം ഉണ്ടാക്കിയിട്ട് ഉറവുകോൽ നട്ട് ഉണർവ് കയറ് എന്ന് വെച്ചാൽ ജ്ഞാനവിചാരമാകുന്ന കയറ്. അതൊരു ഉറവുകോൽ മാത്രം പോരാന്നാണ്. ജ്ഞാനമാകുന്ന കയറ് എടുത്ത് മുറുക വാങ്ങി എന്ന് വെച്ചാൽ തന്നെ അടുത്ത് അതിനെ ഇൻവോൾവ് ആയിട്ട് താൻ അതിന് അനുഭൂതിക്ക് തയ്യാറായിക്കൊണ്ട് വാങ്ങി നല്ലവണ്ണം അങ്ങോട്ട് കടഞ്ഞു കഴിയുമ്പോൾ തൈരിന്ന് വെണ്ണ ഇങ്ങനെ പൊന്തി വരുന്ന പോലെ ഹൃദയത്തിലെ ആത്മാനുഭൂതി, ശിവാനുഭവം ഹൃദയത്തിൽ ഇങ്ങനെ ആവിർഭവിക്കും. സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് അനുഭവം ഹൃദയത്തിൽ ഉണ്ടാകും.
അങ്ങനെ ഉണ്ടായി കാണുമ്പോഴാണ് അസ്തോക ത്രിഭുവന ശിവാഭ്യാം. സ്തോകം എന്ന് വെച്ചാൽ അല്പം. വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനന്ദമൊക്കെ സ്തോകം. വിശന്ന് നല്ലൊരു ചാപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം അല്ലേ? സന്തോഷം ഇല്ല എന്ന് പറയാൻ വയ്യ, സന്തോഷം. പക്ഷെ ആ സന്തോഷം എത്ര നേരത്തേക്ക് നിൽക്കും? ഇവിടെ ഒരു കഥ പറയും. ഒരു നമ്പൂരി നല്ല ചാപ്പാട് കിട്ടിയപ്പോൾ ഇല്ലം ബാല്യക്കാരൻ രാമൻ്റെ പേരിൽ തേർ എഴുതി കൊടുത്തു അത്രേ. എന്താണെന്ന് വെച്ചാൽ ഇനിയും ഒന്നും വേണ്ട എന്നാണ്. രാത്രിയാവുമ്പോൾ വിശക്കുമ്പോഴാണ് അറിയുക കഴിഞ്ഞില്ല എന്ന്. അങ്ങനെ ഒരു കഥ പറയും. അതുപോലെയാണ് നമ്മളുടെ ലോകത്തിലെ അസുഖങ്ങൾ. ഇതാണ് വലുത് എന്ന് തീരുമാനിച്ചത്. ഇത് സ്തോകം, അല്പം, അല്പമാണ്. അല്പാൽപമായിട്ടുള്ള ശമയൻ മധുലവൈഹി ശമയൻ ദുരാപൈഹി. അല്പം തേൻതുള്ളികൾ കൊണ്ട് സന്തോഷപ്പെടുന്ന പോലെയാണ് ലോകത്തിലുള്ള സുഖങ്ങൾ കൊണ്ട്. ഇത് ആ ചിത്തത്തിനെ കടഞ്ഞെടുത്ത് ചിദ്രസം, ചിത്കല, ആനന്ദകല, പ്രേമരൂപ, അത് ഹൃദയത്തിൽ അങ്ങോട്ട് പ്രകാശിക്കുമ്പോൾ അസ്തോക ത്രിഭുവന ശിവാഭ്യാം, 3 ലോകങ്ങളെയും മുക്കിക്കളയും എന്നാണ്. ലോകങ്ങളെ ആനന്ദത്തിൽ കുമർത്തുകളയും. കാരണം ഈ ലോകങ്ങളൊക്കെ നിൽക്കുന്നത് ഭൂഹു ഭുവഹ സുവഹ മഹഹ ജനഹ തപഹ സത്യം എന്ന് പറയുന്ന ലോകങ്ങളൊക്കെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നുള്ള ഷഡ്ചക്രത്തിലാണ് ലോകം നിൽക്കുന്നത്. അത് പുറത്തൊന്നുമില്ല, ശരീരത്തിലാണ് ലോകം. അശേഷ പ്രപഞ്ചവും ബ്രഹ്മാണ്ടം മുഴുവൻ പിണ്ടാണ്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ പിണ്ടാണ്ടം ആനന്ദത്തിലൊന്ന് കുതിർന്നു കഴിയുമ്പോൾ ബ്രഹ്മാണ്ടം മറിഞ്ഞു പോകും. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഐ ഹാവ് ഡ്രങ്ക് ദാറ്റ് പോർഷൻ വിച്ച് ജസ്റ്റ് ഡിസോൾവ്സ് ദ വേൾഡ്. ഈ ലോകത്തിനെ അല്ലേ, ലോകം മറഞ്ഞു പോകണം. ലൗകികമായിട്ട് തന്നെ മധുര കുടിച്ചു കഴിഞ്ഞ ആൾക്ക് ലോകം മറഞ്ഞു പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാണുന്ന സ്പേസിന് നിലനിൽപ്പ്. ഇവിടെയാണ് നമ്മൾ വലിയ അച്ചീവ്മെൻ്റ് എന്ന് വിചാരിക്കുന്നത്. ആകാശത്തേക്ക് വാണം വിടുകയാണെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വാണം വിട്ട് നിറച്ച് വെച്ചിരിക്കുക. അസ്തോക ത്രിഭുവന ശിവാഭ്യാമി, ബ്രഹ്മാണ്ടത്തിനെ മുഴുവൻ വിഴുങ്ങിക്കളയാവുന്നതാണ്. ലോകത്തിനെ കബളിത ഘന വിശ്വരൂപ. രമണ ഭഗവാൻ പറഞ്ഞു, വിശ്വത്തിനെ അങ്ങോട്ട് കബളനം ചെയ്തു. കബളിത ഘന വിശ്വരൂപ. ആ വിശ്വത്തിനെ വിഴുങ്ങിക്കളയുക മാത്രമല്ല, സുരേശ്വരാചാര്യർ പറഞ്ഞു, ഞാൻ ഈ ജീർണിപ്പിച്ചും കളഞ്ഞു എന്നാണ്. ഡൈജസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്യും, അത് വയറിലിങ്ങനെ കിടക്കും. അതുപോലെയല്ല, അതങ്ങോട്ട് ഇല്ലാതായിട്ട് തീർന്നു. അതെങ്ങനെ തീർന്നു? ആനന്ദ ലഹരിയിൽ അതങ്ങോട്ട് കുതിർന്നു പോയി. ആനന്ദ ലഹരിയിൽ അതങ്ങോട്ട് മറഞ്ഞുപോയി. അസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനഃ പുനഃ ഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ഹൃദയത്തിൽ അസ്തോക ത്രിഭുവന ശിവാഭ്യാം, അസ്തോകമായ ആനന്ദമായ ഭൂമാവ്, അഖണ്ഡമായ ആനന്ദം, അല്പാൽപമായ ആനന്ദമല്ല, അഖണ്ഡമായ ആനന്ദത്തിൽ വീണ്ടും വീണ്ടും ഹൃദയത്തിൽ പുനഃ പുനഃ ഭവാഭ്യാം, ഹൃദയത്തിൽ വീണ്ടും വീണ്ടും എന്ന് വെച്ചാൽ ആ ആനന്ദം ഒരിക്കൽ തോന്നി മറഞ്ഞുപോയി, അങ്ങനെയല്ല. ആ മുക്തപുരുഷൻ അതൊരു ആരംഭം മാത്രമാണ്. ബാക്കിയുള്ള കലകളൊക്കെ ഉണ്ടല്ലോ, അഭ്യസിച്ചില്ലെങ്കിൽ പോവും. എന്നാൽ ഈ അധ്യാത്മ അനുഭവം മാത്രം ഒന്ന് തുറന്നു കിട്ടിയാൽ മതി, പിന്നെ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പുനഃ പുനഃ ഭവാഭ്യാം, എപ്പോൾ വരുമെന്ന് പറയാൻ ഒക്കില്ല. ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ആ ആനന്ദസ്ഫൂർത്തി, ചിത്കലയുടെ സ്ഫൂർത്തി, ആത്മാനുഭവത്തിൻ്റെ സ്ഫൂർത്തി ഹൃദയത്തിൽ വീണ്ടും വീണ്ടും പൊന്തി വന്ന് ആ ശാന്തി, ആ ആനന്ദരസം, അത് വീണ്ടും വീണ്ടും ഹൃദയത്തിൽ വരും. അങ്ങനെ ആനന്ദരൂപമായിട്ടിരിക്കുന്ന പാർവതീ പരമേശ്വരന്മാർക്ക് നമസ്കാരം. കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം. ആരംഭത്തിൽ പറഞ്ഞു രണ്ടുപേർക്കും ചന്ദ്രകല ഉണ്ട്. ചന്ദ്രകല എന്ന് പറയുന്നത് മനസ്സാണ്. അത് ഒരിക്കലും ഒരേപോലെ ഉണ്ടാവില്ല അല്ലേ? അമാവാസ ദിവസം കാണാനില്ല, പിന്നെ ഇങ്ങനെ എവിടുന്നോ കാണും, പിന്നെ വളർന്ന് വളർന്ന് വരും. പൗർണമിക്ക് നല്ല സന്തോഷം, പിന്നെ പതുക്കെ പതുക്കെ തെയ്യാൻ തുടങ്ങും. നമുക്കും കാണാം ഈ അമാവാസയാവുമ്പോൾ ചിലർക്ക് ഇളകും അല്ലേ?
പിന്നെ അങ്ങനെ ആകുമ്പോൾ 4 ദിവസം കഴിയുമ്പോൾ ഇവരാണോ എന്ന് തോന്നും. ഇത് എല്ലാവർക്കും ഉണ്ട്, നമുക്ക് അറിയില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ അമാവാസ്യയ്ക്കും ശരിക്കും മന്ത് എന്ന് പറയുന്നത് ഈ പക്ഷമാണ്. നമ്മൾ ഇംഗ്ലീഷ് മാസം എടുത്തു കഴിയുമ്പോൾ ഈ പക്ഷമൊന്നും നമുക്കറിയില്ല. ഈ പക്ഷം, ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം, ആ പക്ഷത്തിൽ ഇന്ന വിധത്തിൽ ജീവിക്കണം എന്നൊക്കെ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അമാവാസ്യ ദിവസം രാത്രി ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും. അത് മനസ്സ് സമാധാനമായിട്ട് ഇരിക്കാൻ, ഉറങ്ങാൻ. അന്നമയം ഹി സൗമ്യം മനഃ, മനസ്സ് അന്നത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ആഹാരം കഴിക്കരുത്, ജീർണിക്കാൻ ബുദ്ധിമുട്ടാവും, മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിത്തവൃത്തികളുണ്ടാവും. അപ്പോൾ ഊണ് കഴിച്ചില്ല, അതിന് പകരം നല്ല ഉളുന്തട, ഇത്തിരി വെണ്ണയും പൊട്ട്, ചാപ്പിടപ്പെടാതെന്ന് ചൊല്ലിയിരിക്കാൻ രാത്രി ഇല്ല, നല്ല വെണ്ണയും പൊട്ട്, ഒരു ഇത്ര കനത്തില ഇത്രയും നീളം എന്നാണ് അടുക്കി വെച്ചിട്ടേ, ഇത്രയും നീളം അതങ്ങോട്ട് കഴിച്ച് രാത്രി ഒരു ചൊമ്പ് പാലും കൂടെ അങ്ങോട്ട് കുടിച്ചാൽ നേരം വെളിച്ചാവേ ഇല്ല, എഴുന്നേക്കാനേ ഒക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഈ സാധനം എവിടെ ജീർണിക്കാൻ 4 ദിവസം കഴിഞ്ഞാലും വയറ്റത്ത് അങ്ങനെ പാറ പോലെ കിടക്കും. അന്നം. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളോട് പറയണത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ വാക്കെടുക്കും, അർത്ഥം പോവും. എല്ലാത്തിൻ്റെയും വാക്കെടുക്കും, അർത്ഥം പോവും. അർത്ഥമില്ലാത്ത വാക്കെടുത്തിട്ടാണ് നമ്മൾ ഈ നിലയ്ക്ക് വന്ന് നിൽക്കുന്നത്. അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭഗവത് അനുഭൂതിയാണ്, ആനന്ദമാണ്. അധ്യാത്മ സാധന ചെയ്യണത് ആ സാക്ഷാത്കാരത്തിനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തന്നെ പതുക്കെ എല്ലാം ശരിയാക്കിക്കോളും, എല്ലാം വേണ്ട വിധത്തിലായിക്കോളും. ഇതിപ്പോൾ എന്തിനാ ചെയ്യണതെന്ന് അറിയാത്തത് കൊണ്ട് എന്താ, എല്ലാത്തിനെയും സൗകര്യം പോലെ മാറ്റിക്കോളും. സൗകര്യം പോലെ എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ ആകെപ്പാടെ അതിൻ്റെ ഷേപ്പേ അറിയാത്ത വിധത്തിൽ മാറും. അതാണ്. അപ്പോൾ കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം, ആ ചന്ദ്രകലയെ പരമേശ്വരൻ പ്രകാശമാനമായി ധരിച്ച പോലെ ഈ മനസ്സിനെ ഹൃദയത്തിൽ ശാന്തിയോടുകൂടെ വെക്കണം. നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭവതുമി ശിവാഭ്യാം അസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം യം നതി. നമസ്കാരം, ആ പരമേശ്വരന് നമസ്കാരം. പാർവതീദേവിയോട് കൂടിയുള്ള പരമേശ്വരന് നമസ്കാരം. എപ്പോഴും രണ്ടുപേരെയും ചേർന്ന് കാണാനാണ്. അപ്പോൾ അതാണ് ആചാര്യസ്വാമി പറഞ്ഞ ലാസ്റ്റിൽ യമദൂതന്മാർ വരുമ്പോഴും നിങ്ങൾ രണ്ടുപേരും കൂടെ എനിക്ക് വേണമെന്നാണ്. അതിഭീഷണ കടുഭാഷണ യമകിങ്കര പടലീ കൃതതാടന പരിപീഡന മരണാഗമ സമയേ ഉമയാ സഹ മമ ചേതസി യമശാസന നിവസൻ ഹരശങ്കര ശിവശങ്കര ഹരമേ ഹരദുരിതം. രണ്ടുപേരും കൂടെ എനിക്ക് വേണമെന്ന് ആ പാർവതീ പരമേശ്വരന്മാരായിട്ട്. ഗൗരീ ദേഹാർദ്ധമാദ്യം സുമശരദഹനം സുന്ദരം ഫാലനേത്രം വാമേ സ്കന്ദം തഥാ ശ്രീ കരിവരവദനം ദക്ഷിണേ ധാരയന്തം. പരമേശ്വരനെ വേദവേദ്യനായ ഗൃഹസ്ഥനായിട്ട് ചിത്രീകരിച്ച ശ്ലോകാണത്. ഗൗരീദേഹാർദ്ധം, ഗൗരി ദേഹാർദ്ധമാണ്. സുമശരദഹനം കാമദഹനമാണ് ലീല. സുന്ദരം ഫാലനേത്രം, ഫാലനേത്രം ജ്ഞാനനേത്രം. വാമേ സ്കന്ദം, ഒരു തൊടയിൽ മുരുകൻ സുബ്രഹ്മണ്യസ്വാമി ഇരിക്കുന്നു, മറ്റൊരു തൊടയിൽ കരിവരവദനം ഗണപതി. ചില മോഡേൺ ആളുകളൊക്കെ ഇതെന്താ ഫാമിലി ഫോട്ടോ എന്ന് ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഈ ക്രിസ്ത്യൻ ഐഡിയൽ ഓഫ് ഗോഡ് എവിടെയോ ഡീപ്പ് റൂട്ടഡായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗോഡ് എന്ന് പറയുമ്പോൾ, ദൈവം എന്ന് പറയുമ്പോൾ അതെവിടെയോ ആർക്കും ഒരു വിധത്തിലും അടുക്കാൻ പറ്റാത്ത ഒരു സാധനം. അത് ഈ ഹൈഡ്രജൻ ഓക്സിജൻ പോലെ ഒരു കെമിക്കലാണെന്നാണ് ഇപ്പോൾ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന ആളുകൾ. അത് നമ്മളാണ്. നമ്മൾക്ക് ഫാമിലി ഉണ്ടോ, കുടുംബമുണ്ടോ, കുട്ടികളുണ്ടോ, എല്ലാം ഉണ്ടോ. പരമേശ്വരൻ എന്തുകൊണ്ടായിക്കൂടാ? ഒരു ഗൃഹസ്ഥൻ അങ്ങനെ വേണം ഭഗവാനെ ഉപാസിക്കാൻ എന്നാണ്. അങ്ങനെ ആകുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാം. അതുകൊണ്ട് അങ്ങനെ വേണം ഉപാസിക്കാൻ എന്നാണ്.
അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മഹാപുരുഷന്മാർ ചിത്രീകരിച്ച് സോമാസ്കന്ധമൂർത്തിയായിട്ട് വെച്ചിരിക്കുന്നത്. സോമാസ്കന്ധമൂർത്തിയാണ്, ഉമയോടെ സ്കന്ദനോടുകൂടെ ഇരിക്കുന്ന പരമേശ്വരൻ്റെ രൂപത്തിനാണ് സോമാസ്കന്ധമൂർത്തി എന്ന് പറയുന്നത്. അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു രൂപത്തിൽ വന്ദേ സർവജ്ഞമേകം സിദ്ധാധീശം. ഗൃഹസ്ഥനാണ്, കുടുംബത്തോടെ ഇരിക്കുന്നു, ഫാമിലി ഫോട്ടോ ആണോ ഒക്കെ പറഞ്ഞോളൂ നിങ്ങൾ, ഒക്കെ ആണെങ്കിൽ സിദ്ധാധീശം, സിദ്ധന്മാരിൽ ജീവൻ മുക്തന്മാരിൽ സിദ്ധഗണാധീശനായിട്ട് ഇരിക്കുകയാണ്. കവികുല രമണം, ഋഷികളൊക്കെ ആ രൂപത്തിനെ കണ്ട് രമിക്കുന്ന രീതിയിൽ ആനന്ദമൂർത്തിയാണ്. കവികുല രമണം നിത്യം ആത്മസ്ഥം, എപ്പോഴും ആത്മസ്വരൂപത്തിൽ നിന്ന് അല്പം പോലും ചലിക്കണില്ല എന്ന്. നിത്യം ആത്മസ്ഥം ഈശം വന്ദേ, നമസ്കരിക്കുന്നു. ആരാ? സർവജ്ഞമേകം, സർവജ്ഞൻ, സർവശാസ്ത്രവിത്തും എല്ലാ അറിവുകൾക്കും ഇരിപ്പിടവുമായിട്ടുള്ള സർവജ്ഞമേകം യമിജനവിനുതം. യമിജനം എന്ന് വെച്ചാൽ സന്യാസികൾ, സർവസംഘപരിത്യാഗികളായിട്ടുള്ള യമിജനങ്ങൾ, സംയമിജനങ്ങൾ, യോഗികൾ നമസ്കരിക്കുന്നതിന് യോഗ്യനായിട്ടുള്ള യമിജന വിനുതം വേദവേദ്യം. ഇത്രയും പറഞ്ഞു, വേദവേദ്യൻ ആയിട്ടുള്ള ആ ഭഗവാൻ ഗൃഹസ്ഥം. അദ്ദേഹത്തിന് എന്ത് ഗൃഹസ്ഥനാണ് അദ്ദേഹം? ആ പരമേശ്വരൻ വേദമാവുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഗൃഹമാണ്. അങ്ങനെയുള്ള പരമേശ്വരനെ നമസ്കരിക്കുന്നു. ആ പരമേശ്വരൻ്റെ ധ്യാനം, ശിവധ്യാനം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവണം. ഗളന്തീ ശംഭോ ത്വച്ചരിതസരിതഃ കിൽബിഷരജഃ ദളന്തീ ധീകുല്യാ സരണിഷു പതന്തി വിജയതാം ദിശന്തി സംസാരഭ്രമണപരിതാപോപശമനം വസന്തി മച്ഛേതോ ഹൃദഭുവി ശിവാനന്ദലഹരീ. ഭഗവത് കഥ ശ്രവണം ചെയ്യുന്നു, വേദാന്ത ശ്രവണം ചെയ്യണം. കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഇല്ലേ? നമ്മൾ പലപ്പോഴും സത്സംഗത്തിൽ ഇവിടുന്ന് കേൾക്കുമ്പോൾ നന്നായിരുന്നു, ആഹാ ഇത്ര സത്സംഗം ഗംഭീരം എന്ന് പറയും. പിന്നെ ഈ അടുത്ത് വന്ന ആളോട് പറയും, മകളെവിടെയാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കണമെന്ന് ചോദിക്കും. ഇവിടുന്ന് അവിടുന്ന് പോകുമ്പോഴേക്കും കഴിഞ്ഞു. മകൻ എന്താ ജോലിയും ചോദിക്കും, പോയി പോകും. സത്സംഗത്തിൽ വരുന്ന ബാക്ടീരിയ, വൈറസാണ് ഇതൊക്കെ. വരുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് വരും, നമ്മൾ പോകുമ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞു പോകും, ഇത് പോകും. അപ്പോൾ ഇത് അടുത്ത ശ്ലോകത്തിൽ ആചാര്യസ്വാമി പറയണത്, ഈ സത്സംഗത്തിൽ ഒഴുകുന്ന ഈ നദി ബുദ്ധിയാവുന്ന കനാലിൽ നല്ലവണ്ണം ഒഴുകി മനസ്സാകുന്ന സരസിലേക്ക് ചെന്ന് അവിടെ തളം കെട്ടി നിന്ന് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഈ അനുഭൂതി ഹൃദയത്തിൽ ഉണ്ടായി. ധ്യാനം ഏർപ്പെട്ട് ഉറക്കത്തിൽ പകുതി രാത്രി എഴുന്നേൽക്കുമ്പോൾ പോലും ചിത്തം ഒരുതരം സമാധി സ്ഥിതിയിൽ ഇരിക്കുന്ന രീതിയിലേക്ക് വന്ന് അങ്ങനെ എൻ്റെ ഉള്ളിൽ അപ്പോഴാണ് ഈ ശിവജ്ഞാനം ആനന്ദലഹരിയായിട്ട് മാറുന്നത്. ഗളന്തീ ശംഭോ ത്വച്ചരിതസരിതഃ. ഗംഗ ഹരിദ്വാർ പോകണം, ഋഷികേശ് പോകണം, കാശിയിൽ പോകണം. ഈ ഗംഗ ഇതിവിടെ ഉണ്ട് എന്നാണ്, സത്സംഗത്തിലുണ്ട്. ഈ ഗംഗ പരമേശ്വരൻ ഇങ്ങനെ സിദ്ധാധീശൻ ഇരിക്കുമ്പോൾ തലയിൽ നിന്നിങ്ങനെ പൊങ്ങി കവിഞ്ഞങ്ങനെ ഒഴുകുന്നുണ്ടല്ലോ. ഗംഗാ തരംഗ രമണീയ ജടാകലാപം ഗൗരി നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണപ്രിയമനംഗമദാപഹാരം വാരാണസീപുരപതിം ഭജ വിശ്വനാഥ്. ആ ജടയിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന ഗംഗ എന്താണെന്ന് വെച്ചാൽ ജീവൻ മുക്ത പുരുഷനിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്ന ചിദാനന്ദലഹരിയാണ്. അഥവാ വാക്കിൻ്റെ രൂപത്തിലാണെങ്കിലും വരുന്ന ആനന്ദമുണ്ടല്ലോ, അതാണ് ഗളന്തീ ശംഭോ ത്വച്ചരിതസരിതഃ. ആ ചരിതമാവുന്ന സരിത്ത്, സരിത്ത് എന്ന് വെച്ചാൽ നദി, ഗംഗ. ശംഭോ ത്വച്ചരിതസരിതഃ ഗളന്തീ ശംഭോ ത്വച്ചരിതസരിതഃ കിൽബിഷരജോ ദളന്തി
ആ നദിയിൽ പോയി ഒന്ന് കുളിച്ചാൽ പാപം പോകും. ഗംഗയിൽ എന്ത് പാപ? കിൽബിഷരജ, ഉള്ളിലുള്ള കാമം, ക്രോധം, ലൗകിക വാസനകൾ, ഇതൊക്കെ ഈ ശ്രവണം കൊണ്ട് അങ്ങോട്ട് തെളിച്ചം വരും. ധീകുല്യാസരണിഷു പതന്തി, ബുദ്ധിയാവുന്ന ആ ചാനലിലേക്ക്, ആ വായ്ക്കാൽ அப்படின்னு சொல்லுவாள் തമിഴിൽ. മലയാളത്തിൽ നമ്മൾ തോട് എന്ന് പറയും അല്ലേ? തോടുണ്ടാക്കിയ ബുദ്ധിയിൽ തോട്, ആ തോട് കഴിച്ചിട്ടിട്ട് ആ തോടിലേക്ക് ഈ വെള്ളം അങ്ങോട്ട് ഒഴുക്കി വിടുന്ന പോലെ. ഇപ്പം മലമ്പുഴ വെള്ളം തുറന്നു വിട്ടാൽ നമ്മുടെ തോട് കനാലൊക്കെ അങ്ങോട്ട് വെള്ളം വന്ന് പാടത്തേക്ക് വരുന്ന പോലെ. കേദാരം എന്നാ ശ്ലോകം? കേദാരം ആകലിത മുക്തി മഹൗഷധീനാം പാദാരവിന്ദ ഭജനം പരമേശ്വരസ്യ. കേദാരം എന്ന് വെച്ചാൽ വയലാണ്. വിളയും ശിവാനന്ദഭൂമി, ഈ വയലിൽ നല്ല ശിവാനന്ദ ലഹരി വിളയുന്ന ഒരു വയൽ. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ. ഈ ക്ഷേത്രത്തിൽ വിളയും ശിവാനന്ദഭൂമി. அந்த வெட்டவெளி நன்னி துஷ்ட இருளாம் களையை களைந்த பின் பார்த்தேன், ஐயன் களையன்றி வேறொன்றும் கண்டில்லேன் தோழி. சங்கர சங்கர சம்போ, சிவ சங்கர 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 சம்போ, சங்கர சங்கர சம்போ. கடலின் மடை விண்டதென்ன, இரு கண்களும் ஆனந்த கண்ணீர் சொரிய, உடலும் புலகிதமாக என் உள்ளம் உருக உபாயம் செய்தாண்டி. சங்கர சங்கர சம்போ, சிவ சங்கர 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 சம்போ, சங்கர சங்கர சம்போ. गलन्ती शम्भो त्वच्छरितसरितः किल्बिषरजो दलन्ती, धीकुल्यासरणिषु पतन्ती विजयतां विजयतां विजयतां. ബുദ്ധിയാവുന്ന വായ്ക്കാലിൽ, ചാലിൽ ഈ സരിത്ത്, ഈ ഭഗവദ്ധ്യാനം, അനുസന്ധാനം, മനനം എന്നുള്ളത് ബുദ്ധിയാവുന്ന ചാലിൽ, ചാല് കീറണം അവിടെ. ആ ബുദ്ധിയിൽ വീണ്ടും 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 മനനം ചെയ്ത് ബുദ്ധിയിൽ അധ്യാത്മ മനന സംസ്കാരം ഉണ്ടാവണം. ഒരു ചിത്തം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫിലിം പോലെയാണ്. അതിൽ ഒരു ചെറിയ ഒരു ആനന്ദം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു കീറ്, പിന്നെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതൊരു ചാലായിട്ട് മാറും. പിന്നെ അത് സംസ്കാരമായിട്ട് മാറും. പിന്നെ അതിന് ബലം വയ്ക്കും, സ്വഭാവമായിട്ട് മാറും. സ്വഭാവമായിട്ട് മാറിക്കഴിയുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. ദൈവീ പ്രകൃതി ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ആസുരി പ്രകൃതി എന്താണെന്ന് വെച്ചാൽ, പ്രകൃതി ആസുരിയായി കഴിയുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ശാസ്ത്രം പറഞ്ഞത് നീ പാപം ചെയ്യുന്നു, പാപം പുണ്യം ഒക്കെ പറയാൻ കാരണം ഈ ആസുരി പ്രകൃതിക്കാരനെ അത്ര പെട്ടെന്ന് ആ പ്രകൃതിയിൽ സ്പർശിക്കാനൊക്കില്ല. സ്വാമി വിവേകാനന്ദ സ്വാമി പറഞ്ഞു, spirituality is only for the few, the rest will have some drill time religion, most of them must be kept under the whip. വേറെ വഴിയില്ല എന്നാണ്. ചൂരൽ കാണിച്ചിട്ടേ ഇരുത്താൻ പറ്റുള്ളൂ. ദണ്ഡമർഹത്തി എന്നാണ്, ദണ്ഡം കാണിച്ചിട്ടേ ഇരുത്താൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആ പ്രകൃതി അങ്ങനെയാണ്. ആ പ്രകൃതി വഴങ്ങില്ല. ചില ആളുകൾ തന്നെ പറയും, ഞങ്ങളൊന്ന് ചീത്ത പറയുമെന്ന് പറയും. നന്നാവണം എന്ന് ആഗ്രഹമുണ്ടേ, നന്നാവണം, അതുകൊണ്ട് എന്നെ ഒന്ന് ചീത്ത പറയുമോ സ്വാമി എന്ന്. ചില ആളുകൾ, എനിക്ക് തന്നെ ചില വിദ്വാന്മാരുണ്ട്, ഫോണിൽ വിളിച്ചിട്ട് എന്തെങ്കിലും പറയുമെന്ന് പറയും. എന്താ പറയണ്ടത്? ഒന്ന് ചീത്തെങ്കിലുമൊക്കെ പറയൂ. ആ പ്രകൃതി ഉണ്ടല്ലോ, ആ പ്രകൃതിക്ക് അങ്ങനെ ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നന്നായി എന്നർത്ഥമാണ്. പക്ഷേ ഈ പ്രകൃതി അത്ര എളുപ്പത്തിലൊന്നും മാറില്ല. പക്ഷെ സ്വഭാവിച്ച വിജയോ ധൃതി, ആ പ്രകൃതിയെ മാറ്റിയെടുക്കലാണ് ഈ ഇരുമ്പ് സ്വർണ്ണമാക്കി മാറ്റണ പോലെ ആൽക്കമി എന്ന് പറയും, രസവാദ വിദ്യ. രസവാദം പോലെ ഈ ഇരുമ്പ് സ്വർണ്ണമാക്കി മാറ്റണ പോലെ പ്രകൃതി അങ്ങോട്ട് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അவ்வளവ് അത്ര അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അത് വഴങ്ങിത്തരില്ല. പ്രകൃതി അങ്ങോട്ട് വഴങ്ങില്ല. അപ്പം എന്താ ചെയ്യുക? അത് ആദ്യം ഇത്തിരി അങ്ങോട്ട് ആ വെള്ളം ഒഴുക്കുകയാണ് അങ്ങടേക്ക്. അതാണ് സകരപുത്രന്മാരുടെ മുക്തിക്കായിക്കൊണ്ട് ഗംഗയെ, ആകാശഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സകരപുത്രന്മാർ നമ്മളാണ്.
സംസാര സാഗരത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളുകൾ നമ്മളാണ്. 100,000 പേരെന്നൊക്കെ പറഞ്ഞു ഇല്ലേ. നമ്മളാണ് ഈ സകരപുത്രന്മാർ. നമ്മൾക്ക് അങ്ങോട്ട് രക്ഷപ്പെടാനുള്ള ആകാശഗംഗയുടെ കാര്യമാണ് ഇവിടെ പറയണത്. ഗളന്തി ശംഭോ, ഗളന്തി എവിടെയോ കേട്ടിട്ടുണ്ട് ഈ വാക്ക് അല്ലേ? എവിടെയാ? നിഗമകൽപതരോർ ഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാ. ഇപ്പോൾ പറയുമ്പോൾ ഓർമ്മയോടുകൂടെ പറഞ്ഞേക്കാം. 6-ാം തീയതി മുതൽ 13-ാം തീയതി വരയ്ക്കും നമ്മുടെ ഗ്രാമത്തിൽ, നൊച്ചൂർ ഗ്രാമത്തിൽ ഭാഗവതം പ്രഭാഷണമുണ്ട്, സപ്താഹമുണ്ട്, പാരായണമുണ്ട്. പക്ഷേ രാവിലെ 12 മണി വരയ്ക്കും പാരായണം, വൈകുന്നേരം 4 മുതൽ 6 വരയ്ക്കും ഒരു 2 മണിക്കൂർ ഭാഗവതം പ്രഭാഷണം. ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് 6-ാം തീയതി തുടങ്ങി 13-ാം തീയതി വരയ്ക്കും. രാവിലെ പാരായണം 12 മണിയോടെ അവസാനിക്കും. വൈകുന്നേരം പ്രഭാഷണത്തിനാണ് എല്ലാവർക്കും വരാവുന്നത്. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരയ്ക്കും ഭാഗവതം പ്രഭാഷണം. അപ്പോൾ അത് ഗളന്തിയാണ്. നിഗമകൽപ്പതരോഹോ ഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുക്തം അല്ലേ. അതേപോലെ ഈ ശിവാനന്ദലഹരിയും ഗളന്തി ശംഭോ ത്വച്ചരിത സരിത ഭഗവത് ചരിതം, കഥകൾ, ഭഗവാന്റെ അനുഭൂതി കഥകൾ, അതാണ് നദി. അതിങ്ങനെ കിൽബിഷരജോ ദളന്തി, ബുദ്ധിയിലുള്ള ദോഷങ്ങൾ, അജ്ഞാനങ്ങളാവുന്ന ദോഷങ്ങളെ അങ്ങോട്ട് കഴുകിക്കളഞ്ഞും കൊണ്ട് ധീകുല്യാസരണിഷു പതന്തി. ധീകുല്യാസരണി എന്ന് വെച്ചാൽ ബുദ്ധിയാവുന്ന കൂലം കുത്തി ഒഴുകുക എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ഇത് കൂലം കുത്തി ഒഴുകുക എന്നാണ്. അതാണ് അതിൽ അതാണ് ധീകുല്യ എന്ന് പറയുന്നത്. ആ ധീകുല്യാസരണി, അവിടെ ബുദ്ധിയാവുന്ന ആ കൂലം വഴിക്ക് അങ്ങോട്ട് ഒഴുകാണ്. സരണിഷു പതന്തി വിജയതാം, ആ ബുദ്ധിയിലേക്ക് അങ്ങോട്ട്. ഇവിടുന്ന് സത്സംഗം കഴിഞ്ഞു ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ ബുദ്ധി അതിനെ എങ്ങനെ എടുത്തു. ആദ്യം ബുദ്ധി എടുത്ത് ബുദ്ധി അതിനെ ഇങ്ങനെ ചിന്തിച്ചു, അതിനെ മനനം ചെയ്തു, ബുദ്ധിയിൽ ഇങ്ങനെ ഇട്ട് കഴുകി ആ തീർത്ഥം അങ്ങനെ ബുദ്ധിയിൽ ഒഴുകാൻ തുടങ്ങി. അതാണ് ആ ബുദ്ധിയിൽ തീർത്ഥം ഒഴുകണതാണ് പരമേശ്വരൻ ഗംഗയെ ശിരസിൽ വെച്ചുകൊണ്ടിരിക്കണമെന്ന് പറയണത്. ശിരസിൽ സ്ട്രെസ്, ടെൻഷൻ ഇതൊന്നുമല്ല വെക്കേണ്ടത്. ഗാനം ചെയ്തു പോകുന്നവളാണ് ഗംഗ. ഗായതി ഗച്ഛതി ഗായതി ഗച്ഛതി ഗായതി ഗച്ഛതി. നിങ്ങൾ ഹരിദ്വാറിൽ ഋഷികേശിൽ മുകളിലേക്ക് പോകുമ്പോൾ അവൾ പാടുന്നതും പോകുന്നതും കാണാം. രാവും പകലും പോയിക്കൊണ്ടേ ഇരിക്കുന്നവളാണ് അവൾ. അവൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഗാനവും ഗമനവും ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നവളാണ് അവൾ. അതുകൊണ്ട് അവൾക്ക് ഗംഗ എന്ന് പേര്. അതേപോലെ ഈ ബ്രഹ്മവിദ്യയെ ഗാനം ചെയ്തുകൊണ്ട് ഗമനം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് യോഗിയും. ഇങ്ങനെ ചിത്തത്തിൽ ശിരസിൽ ആ ബ്രഹ്മവിദ്യയാവുന്ന സരിത്തിനെ ധരിച്ചു കഴിയുമ്പോൾ ചിത്തം ശീതളമാവും. ചിത്തത്തിൽ ലോകവർത്തമാനവും ലോകത്തിലെ കാര്യങ്ങളും പല ടെൻഷനും ഒക്കെ കൊണ്ട് നടക്കുമ്പോൾ ചിത്തം, ബുദ്ധി മുട്ടും. അപ്പോഴാണ് മലയാളത്തിൽ നമ്മൾ ബുദ്ധിമുട്ട് എന്ന് പറയണത്. ബുദ്ധി ഉണ്ടെങ്കിൽ മുട്ടും. അപ്പം ആ മുട്ടാനൊന്നും വേണ്ട, മുട്ടൊക്കെ തീർത്ത് ആ ബുദ്ധിയെ അങ്ങോട്ട് ശാന്താക്കി ദളന്തി ധീകുല്യാ സരണിഷു പതന്തി വിജയതാം. അങ്ങനെ ഉള്ളിൽ അങ്ങോട്ട് വിജയതാം എന്ന് വെച്ചാൽ അത് ജയിക്കുന്നു. എപ്പോഴാ ജയിക്കണം? ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം. ജന്മമൃത്യു ജരാതപ്ത ജന വിശ്രാന്തിദായിനി. ജനനം, മരണം മുതലായ സുഖദുഃഖങ്ങൾ മുതലായ എല്ലാ വിഷമങ്ങൾക്കും ഒരു വിശ്രാന്തി, ഒരു ശാന്തി ഉണ്ടാക്കി ബുദ്ധിയെ കുളിർമയേകി ശീതളത്തെ തന്ന് ശാന്തമാക്കുമ്പോൾ ദിശന്തി സംസാര ഭ്രമണ പരിതാപ ഉപശമനം. സംസാരമാവുന്ന ദുഃഖത്തിൽ പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനീ ജഠരേ ശയനം എന്നുള്ള ഈ വട്ടങ്കറക്കലൊന്ന് അവസാനിപ്പിച്ച് ഒരു വിശ്രാന്തി തരുന്ന ആ വേദാന്ത ആത്മവിദ്യയാവുന്ന ആ ഗംഗ അങ്ങോട്ട് ഒഴുകി
ഹൃദയമാകുന്ന തലത്തിലേക്ക് ഇറങ്ങി വന്ന് സഹജസമാധിസ്ഥിതനായിട്ട് വസന്തി മച്ഛേതോ ഹൃദഭുവി, ഹൃദയഭൂമികയിലേക്ക് ഇറങ്ങി വന്ന് ശിവ ആനന്ദലഹരി, അവിടെ ശിവ ആനന്ദലഹരിയാവുന്ന ആ മാനസതീർത്ഥം, അതാണ് മാനസതീർത്ഥം. ഹൃദയത്തിൽ പരമശാന്തിയാവുന്ന ശിവ ആനന്ദം, ശിവാനുഭൂതി ഹൃദയത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമ്മൾ നാളെ കാണാം. ഫാലാവനമ്രത് കിരീടം ഫാലനേത്രാക്ഷിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂടം ശുദ്ധമർദ്ദേന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോ അംഗേ വിരാജദ്ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാടീകുരംഗം സിദ്ധസംസേവിതാംഘ്രിം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ നിത്യം ചിദാനന്ദരൂപം നിഹ്നുതാശേഷലോകേശവൈരിപ്രതാപം കാർത്തസ്വരാഗേന്ദ്രചാപം കൃത്തിവാസം ഭജേ ദിവ്യസന്മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ കന്ദർപ്പദർപ്പഘ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോടിസൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ മന്ദാരഭൂതേരുതാരം മന്ദരാഗേന്ദ്രസാരം മഹാശൗര്യദൂരം സിന്ദൂരദൂരപ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം